എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് സമീപനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യവും പരിഗണന നൽകുന്ന ഒരു ദിവസമാണ് ജൂൺ 21. സംഗീതവും യോഗയും ഒരുപോലെ ഈ ദിനം വളരെ പ്രാധാന്യത്തോടെ തന്നെ ആഘോഷിക്കുന്നുണ്ട്. ആദി മന്ത്രമായ ഓംകാരം അഥവാ ലോഗോസിൽ നിന്ന് തുടങ്ങുന്ന നാദബ്രഹ്മം സംഗീത മേഖലയിൽ അലയടിക്കുന്നു. ശ്രാവ്യ പ്രധാനമായ ഒരു മണ്ഡലമാണ് സംഗീതം. അതിനെക്കുറിച്ച് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എങ്കിലും വിവിധ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒരേപോലെ തന്നെ, അതായത് ഹിന്ദു, ജൈന മതം, ബുദ്ധമതം, ഈവൻ ക്രിസ്ത്യാനിറ്റിയിലും മുസ്ലിങ്ങൾ, ഇസ്ലാമിക ഇതിൽ പോലും പല കാര്യങ്ങൾക്കൊക്കെ യോഗയെ ആശ്രയിക്കുക അല്ലെങ്കിൽ യോഗ അനുബന്ധിച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. യോഗ് എന്ന ഭാഷയിൽ തന്നെ തതുല്യത പറയുകയാണെങ്കിൽ യോഗ്, അതിനെ യോഗ, യോജിക്കുക, ടു അറ്റാച്ച്, കൂടിയോജിപ്പിക്കുക, സംയോജിപ്പിക്കുക എന്നുള്ള പദത്തിൽ നിന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ചില ദർശനധാരകളുണ്ടല്ലോ, ഈ സാഖ്യ, യോഗം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതിനകത്ത് രണ്ടുപേരെ സ്മരിക്കേണ്ടത് കപില മഹർഷിയും പതഞ്ജലിയാണ്. കപില മഹർഷിയാണ് തത്വത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളും പതഞ്ജലി മഹർഷിയാണ് പ്രായോഗിക പഠനത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ചിന്തയില് യോഗവും ശരീരവും എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ അംഗങ്ങളാണ് യോഗ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിന്റെ ഉണ്ടത്. യമം, നിയമം, ആസനം, പ്രാണായാമം എന്നും പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇത്രയും കാര്യങ്ങൾ രണ്ട് ഭാഗമായിട്ട് ഇന്നത്തെ ദിവസം യമം, നിയമം എന്നീ രണ്ട് കാര്യത്തെക്കുറിച്ച് ഡോക്ടർ മുരളീധരൻ സാറും ആസനം, പ്രാണായാമം ആ രണ്ട് കാര്യത്തെക്കുറിച്ചൊക്കെ ഉള്ളത് മാത്യു മാനവികവും പറയും. അപ്പൊ ശരീരശുദ്ധി, സന്തോഷം, തപസ് അങ്ങനെയുള്ളതിൽ കൂടെ നിയമത്തെ കൈവരിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച്, ചിത്തവൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആയിരിക്കും മിക്കവാറും നമ്മുടെ ശരീരത്തിന് യോഗ നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് അതിന്റെ സെക്കൻഡ് പാർട്ടായി നിയമത്തെക്കുറിച്ച് അധിഷ്ഠിതമായി ആയിരിക്കും ഡോക്ടർ മുരളീധരൻ സാറ് തൊടുപുഴ യൂത്ത് കോർഡിനേറ്ററായി അദ്ദേഹം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ യോഗയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാമെന്ന് ഗാന്ധിനഗർ യൂത്ത് കോർഡിനേറ്ററായ ശ്രീ രാമചന്ദ്രൻ പറയുന്നത്. അതും യമം എന്ന കോൺസെപ്റ്റിനെ ആസ്പദമാക്കി അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിവയിലൂടെ ആത്മനിയന്ത്രണത്തെ കൈവരിക്കാമെന്നും അതിന്റെ നാലാമത്തെ കോൺസെപ്റ്റായ ആസനം, അതേപോലെ നാലാമത്തായ പ്രാണായാമത്തെ കൂടെ ശ്വസനകല യോഗയിലൂടെ ശ്വാസോച്ഛ്വാസ ഗതി നിയന്ത്രണത്തിലൂടെയുള്ള പ്രാണായാമം, ശ്വസനകല യോഗയിലൂടെ എന്നുള്ള ഭാഗത്തെക്കുറിച്ച് മാത്യു മാനവികം യൂത്ത് അടിച്ചിറയില് അദ്ദേഹം പറയുന്നു. ഈ മൂന്ന് പേരെയും ഇന്നത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന് തൊട്ട് മുമ്പ് സംഗീതത്തിന് ഒരു അല്പം സമയം കൊടുത്ത് നമ്മുടെ മാങ്ങാനം യൂണിറ്റിന്റെ മെന്ററായ ശോഭന മാഡത്തെ സ്വാഗതം ചെയ്യുന്നു. സംഗീതം ആലപിക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നാടൻ പാട്ട് പാടാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാരും കൂടുമല്ലോ? വേൾഡ് മ്യൂസിക് ഡേയുടെ ഭാഗമായി സാറൊക്കെ ഇരിപ്പുണ്ടല്ലോ, നമ്മുടെ പാടും. അപ്പൊ ഓക്കെ, നമുക്കത് 4 ലൈൻ പാടാം. എന്നിട്ട് ഞാൻ അതിലൂടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കും, 2-3 എണ്ണം, അതിന്റെ ഉത്തരം പറയണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യണേ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ. ആദിയില്ലല്ലോ അന്തമില്ലല്ലോ അക്കാലം പോലായുഗത്തിൽ, ആദിയില്ലല്ലോ അന്തമില്ലല്ലോ ലക്കാലം പോലായുഗത്തിൽ. തന്നാനേ താനാ ദിന തന്നാനം താനാ, തന്നാനേ താനാ ദിന തന്നാനം താനാ, തന്നാനേ താനാ ദിന തന്നാനം താനാ, തന്നാനേ താനാ ദിന തന്നാനം താനാ. ഓക്കെ, അപ്പൊ ചോദ്യം കേട്ടോ. കുഴലുമില്ലല്ലോ ഊത്തുമില്ലല്ലോ ഈ കാലം പോലീ യുഗത്തിൽ, കുഴലുമില്ലല്ലോ ഊത്തുമില്ലല്ലോ ഈ കാലം പോലീ യുഗത്തിൽ. ഗോക്കളമേ ചെല്ലോ പാലും കൂടി ചെല്ലോ അക്കാലം പോലായുഗത്തിൽ, ഗോക്കളമേ ചെല്ലോ പാലും കൂടി ചെല്ലോ അക്കാലം പോലായുഗത്തിൽ. ആരാണെന്ന് പറയണം. ഡോളിച്ചെറിയാൻ, പാല്, മിൽമ. അല്ല അല്ല അല്ല, ദൂരെ എങ്ങും പോകണ്ട, ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ തന്നെ ഓർത്താ മതി. കുഴലുമില്ല ഊത്തുമില്ല, പണ്ടുണ്ടായിരുന്നതൊക്കെ. ശരിയായ ഉത്തരം. ഓടക്കുഴല് ഇല്ല, ഇന്ന് ഊത്തുമില്ല. പിന്നെ എന്നാ, പണ്ട് ഗോക്കളെ മേച്ചല്ലോ, കറക്റ്റ് ആൻസർ. അപ്പൊ ജോസഫ് സാർ അടിച്ചിരിക്കുന്നു പോയിന്റ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ അടുത്ത നോക്കാം.
തന്നാനേ താനാ ദിന തന്നാനം താനാം തന്നാനേ താനാ ദിന തന്നാനം താനാം. ചിറയിലുമുണ്ട് നല്ല മനുഷ്യർ അക്കാലം പോലീ യുഗത്തിൽ, പേരിലുമുണ്ട് നല്ല മനുഷ്യത്വം ഇക്കാലം പോലീ യുഗത്തിൽ. ചിറയിലുമുണ്ട് നല്ല മനുഷ്യർ അക്കാലം പോലീ യുഗത്തിൽ, പേരിലുമുണ്ട് നല്ല മനുഷ്യർ ഇക്കാലം പോലീ യുഗത്തിൽ. ചിറയിലുണ്ട് നല്ല മനുഷ്യർ. മാത്യു മാനവികം. മാത്യു അടിച്ചിറയിലെ മാത്യു മാനവികയാണോ? എന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറ. മാത്യു അടിച്ചിറ, മാത്യു മാനവികം. ചിറയിലുമുണ്ട് നല്ല മനുഷ്യർ. ഏതാ ചിറ? അടിച്ചിറ. അടിച്ചിറ. കറക്റ്റ് കറക്റ്റ്. പേരിലുമുണ്ട് മനുഷ്യത്വം, പേരിലുമുണ്ട് മനുഷ്യത്വം. മാനവികം. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ ഒരെണ്ണം കൂടെ കിട്ടോ. ഓക്കെ. തന്നാനേ താനാ ദിന തന്നാനം താനാം തന്നാനേ താനാ ദിന തന്നാനം താനാം. അമ്പിളിയുണ്ടല്ലോ സീതയുമുണ്ടല്ലോ അക്കാലം പോലാ യുഗത്തിൽ, അമ്പിളിയുണ്ടല്ലോ സീതയുമുണ്ടല്ലോ അക്കാലം പോലാ യുഗത്തിൽ. നമ്മുടെ അച്ഛനോ കൂട്ടിനുണ്ടല്ലോ ഈ കാലം പോലീ യുഗത്തിൽ, നമ്മുടെ അച്ഛനോ കൂട്ടിനുണ്ടല്ലോ ഈ കാലം പോലീ യുഗത്തിൽ. കിട്ടിയ? അമ്പിളി സീതയൊക്കെ ഉണ്ട്. അമ്പിളി ഉണ്ട്, സീതയുണ്ട്. സീത ഇപ്പം സീതയുടെ പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അച്ഛൻ കൂട്ടിനുണ്ട് ഇപ്പൊ. കിട്ടിയോ? വേഗം പറഞ്ഞല്ലേ സാബു സാർ എന്നോട്. ഞങ്ങള് തോറ്റു. പറ രാമേന്ദ്രൻ. എന്തുകൊണ്ട് രാമേന്ദ്രൻ പറഞ്ഞു? അമ്പിളി, ചന്ദ്രൻ, സീത സാറിന്റെ വൈഫിന്റെ പേര് അറിയില്ല. ഭർത്താവ് രാമൻ. അച്ഛനോ? അച്ഛൻ, നമ്മുടെ അച്ഛൻ കൂട്ടിനുണ്ട് ഇപ്പൊ. നമ്മുടെ എല്ലാവരുടെയും അച്ഛനാരാ? ഫാദർ, ദൈവം, ഫാദർ ഓഫ് നേഷൻ. ഗാന്ധിനഗർ. ഓക്കെ, ഗാന്ധിനഗർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ആൻസർ എല്ലാം പറഞ്ഞതിൽ പ്രത്യേകിച്ച് ജോസഫ് സാറിന് ഒരു മിഠായി തന്നേക്കാം. ഓക്കെ, പകുതി ഞങ്ങളാ പറഞ്ഞേ. ആദ്യത്തെ സെഷൻ തുടങ്ങുന്നതിനും അത് ലീഡ് ചെയ്യുന്നതിനും ഈ മൊത്തത്തിലുള്ള യോഗയും ശരീരം എന്ന പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ ശരീരത്തിന് യോഗ നൽകുന്ന ഗുണങ്ങളെ കുറിച്ച് പറയുന്നതിനും ഡോക്ടർ മുരളീധരൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ജോസഫ് സാർ. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്നെ നന്ദി പറയുന്നു, പ്രത്യേകിച്ച് സാബു സാറിനോട്. ഇന്നലെ പെട്ടെന്നൊരു മെസ്സേജ് വരികയാണ്, ഇങ്ങനെ യോഗയുടെ 3 സെഷൻ ഉണ്ട്, അതിലൊരു സെഷൻ സാർ എടുക്കണം എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്കൊരു പ്രോഗ്രാം ഇപ്പോൾ ഉള്ളതാണ്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാനത് സാറ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് എന്ത് കാര്യങ്ങളും വരുമ്പോഴും അതൊരു അവസരമായിട്ട് കാണുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഈ ഒരു അവസരം കളയേണ്ടതായ കാര്യമില്ല. എനിക്ക് വേണ്ടെങ്കിൽ ഒഴിവ് പറഞ്ഞു വേണമെങ്കിൽ മാറായിരുന്നു. പക്ഷെ അതല്ല, ഒരു യോഗ ടീച്ചർ എന്ന നിലയ്ക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഏത് സാഹചര്യത്തെയും നമ്മൾ ധൈര്യപൂർവ്വം നേരിടുക, അത് നമ്മുടെ ചിന്തകൾക്കും യുക്തിക്കും അനുസരിച്ച് അതിനെ പ്രായോഗികമാക്കാം. അത് കൂടുതൽ ആൾക്കാരിലേക്ക്, ഒരുപക്ഷെ എൻ്റെ ഈ ചെറിയ പ്രഭാഷണം കൊണ്ട് ആൾക്കാരിൽ എത്തുവാണെങ്കിൽ അതായിരിക്കും ഞാൻ ചെയ്യുന്നൊരു കർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം U3യുടെ കോട്ടയം യൂണിറ്റ് ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിൽ അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇത്തരം അതും യോഗ ഡേയുടെ ഭാഗമായിട്ടുള്ള ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയതിന് അഭിനന്ദിക്കുകയും കൂടി ചെയ്യും. നമുക്കറിയാം, യോഗ ദിനം, യോഗയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം കൊള്ളാം. കാരണം യോഗയുടെ ആവിർഭാവം തന്നെ ഇന്ത്യയിൽ നിന്നാണ്. അപ്പൊ ഓരോ ഇന്ത്യക്കാരനും യോഗ അറിയാനും യോഗയെക്കുറിച്ച് പഠിക്കാനും ഒക്കെ അവസരം കിട്ടുന്ന ഏത് കാര്യവും നമ്മൾ അതിനെ വളരെ സ്വാഗതാർഹമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ U3 ഇങ്ങനൊരു സംരംഭം നടത്തിയതിൽ വളരെ സന്തോഷം.
യോഗ ഇന്നത്തെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ യോഗ ഫോർ സെൽഫ് ആൻഡ് യോഗ ഫോർ സൊസൈറ്റിയാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണിത്. അതോടൊപ്പം നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി കഴിയണം. നമ്മൾ വളരെ ചെറുപ്പത്തിലേ പഠിച്ചിട്ടാണ് ഒരു വ്യക്തി നന്നായി കഴിഞ്ഞാലാണ് സമൂഹം നന്നാവുക. അപ്പൊ അതാണ് നമ്മളിവിടെ ഈ യുത്രയിലൊക്കെ നമ്മൾ അങ്ങനെയാണ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുകയും അവരുടെ കഴിവുകൾ ഈ ഒരു പ്രായത്തിലും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ യുത്രയിലൂടെ കിട്ടുന്നത്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പം ഇങ്ങനൊരു യുത്രയുടെ ഭാഗമാകാൻ പറ്റിയതിലും ഞാൻ വളരെയധികം കൃതജ്ഞത ഉള്ളവനാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നത്, അതിനെ സാബു സാറിനെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അപ്പൊ ഇതൊരു ഔപചാരികമായി ഒരു ഉദ്ഘാടനം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നടത്തിയതായിട്ട് അറിയിക്കുന്നു. ഞാൻ എപ്പോഴും പല കാര്യങ്ങളും ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഈ ഒരു അവസരം ഒരു ബ്ലെസ്സിങ് ആണ്. വെറ്ററി ഡോക്ടർ എന്ന നിലയ്ക്ക് 29 വർഷത്തെ സർവീസ് കഴിഞ്ഞതിന് ശേഷം ഒരു യോഗ ടീച്ചറായിട്ട് പരിണമിച്ചതിന്റെ പുറകിലും ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത്. എൻ്റെ പാഷൻ ഞാൻ ഐഡന്റിഫൈ ചെയ്തു, അതനുസരിച്ചിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. അത് എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പം ഉള്ള എല്ലാ ആൾക്കാരിലേക്കും അതിന്റെ എന്നിലുള്ള അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി ഞാൻ ഇതിൽ കാണുന്നു. തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും ഈ ഒരു ദിവസം, ഇന്ന് ഒരു യോഗ ഡേ, ഇന്നൊരു ദിവസം മാത്രമല്ല, അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഇന്നത്തെ ദിവസം കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ദിവസം കൊണ്ട് ചെയ്ത് മനസ്സിലാക്കി, ഒരു ദിവസം കൊണ്ട് നമ്മൾ വിഷ് ചെയ്ത് യോഗ ദിനാചരണമായിട്ട് ആഘോഷിച്ച് നിർത്തിപ്പോരേണ്ട കാര്യമല്ല. ഇന്നൊരു തുടക്കമാണ്. ഈ തുടക്കം ആയിരിക്കണം ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ടും അതും സാധ്യമാകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ആഗ്രഹം. യോഗയിലേക്ക് വരാനുള്ള കാരണം ശരിക്കും എൻ്റെ ഹെൽത്ത് ചലഞ്ചസ് ആയിരുന്നു. ഞാൻ പറയാൻ പോകുന്നതും ശരീരത്തെക്കുറിച്ചാണ്. നമ്മൾ ശരീരത്തെക്കുറിച്ച് ആണ് എപ്പോഴും നമുക്കുള്ള ആകുലതകളും വ്യഥകളും ഒക്കെ ശരീരത്തെക്കുറിച്ചാണ്. നമുക്കൊരു ചെറിയ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും സഹിക്കില്ല. അയ്യോ, എന്താ ഇങ്ങനെ പറ്റിയത്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. വേദന നമ്മൾ പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പം നമുക്ക് നമ്മളെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാവാറ്. ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് വന്നു എന്നുള്ളതൊന്നും പറയാതെ പോകുന്നത് ശരിയാവില്ല. കാരണം അത് ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ അതാവട്ടെ എന്നുള്ള ഉദ്ദേശിച്ചാണ്. കാരണം ഒരു വെറ്ററിനറി ഡോക്ടർ ആയതിനു ശേഷം സർവീസിൽ കയറിയപ്പം എല്ലാ സർവീസിൽ ഇന്ന് പുറത്തിറങ്ങിയ ആൾക്കാർക്കും അറിയാം, ആ സർവീസ് കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു പിരിമുറുക്കമുള്ള കാലഘട്ടം. അപ്പൊ ഈ പിരിമുറുക്കത്തെ അതിജീവിക്കാൻ എനിക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ വളരെയധികം വർക്ക് ഉള്ള ഒരു ഫീൽഡാണ് വെറ്ററിനറി ഡോക്ടർ എന്ന നിലയ്ക്ക്. നമുക്കറിയാം, വീട്ടിൽ ഓഫീസിൽ മാത്രമല്ല, നമ്മൾ വീട്ടിലും ആയാലും ആൾക്കാർ നമ്മളെ തേടി വരും. രാത്രിയോ പകലോ ഒന്നുമില്ലാതെ വർക്ക് ചെയ്യുന്നൊരു ഫീൽഡാണ്. ഇപ്പൊ ഞാൻ ഇന്നൊരു യൂട്യൂബ് ഒരു വീഡിയോ കണ്ടു. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ജോബ് വെറ്ററിനറി ഡോക്ടർമാരുടേതാണെന്ന് പറയുന്നത്. കാരണം അത്രയും റിസ്ക് ഉള്ളതാണ്. കാരണം അറിയാം, നമ്മളെ പലപ്പോഴും പല ആൾക്കാരും നമ്മൾ കേട്ട് കാണും, പത്രവാതിക്കൽ ആന ചവിട്ടി കൊന്നു, അല്ലെങ്കിൽ പശുവിന്റെ കുത്തേറ്റ് മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വിവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ അനിമൽസിനെ ഹാൻഡിൽ ചെയ്യുക മാത്രമല്ല, അതിനേക്കാളും പ്രശ്നമാണ് അതിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ രണ്ട് തരത്തിലുള്ള മാനേജ്മെന്റ് ആയിരിക്കും. അനിമൽസിനെ മാനേജ് ചെയ്യണം, അതുപോലെ അതിനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ മാനേജ് ചെയ്യണം. അപ്പം അങ്ങനെ
ഉള്ള ഒരു സ്ട്രെസ്ഫുൾ ജീവിതം തുടങ്ങി. പക്ഷെ അതും ഈ പറയുന്ന പോലെ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഈ പറയുന്ന സമയത്തൊക്കെ നമ്മുടെ ശരീരത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ വെറ്ററിനറി സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ ആരോഗ്യത്തെക്കുറിച്ച്, മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, മനുഷ്യന്റെ ന്യൂട്രീഷൻ പഠിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ അനിമൽസിന്റെ കാര്യങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ മനുഷ്യന്റെ കാര്യങ്ങളും പഠിക്കുന്നു. അപ്പൊ ഞാൻ ശരിക്കും ചിന്തിച്ചു വന്നത്, ഇപ്പം ഈ ആരോഗ്യത്തെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് എന്തുകൊണ്ട് ഈ ആരോഗ്യത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല? എൻ്റെ ആരോഗ്യത്തിൽ പ്രോബ്ലങ്ങൾ വരുന്നു, ശരീരം നമ്മൾ മരുന്നുകൾ കഴിക്കുന്നുണ്ട് പക്ഷെ രോഗം മാറുന്നില്ല, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ജിമ്മിലൊക്കെ പോകാന്ന് വെച്ചാൽ ഭയങ്കര ആവേശമാണ്. കാരണം മുമ്പ് കോളേജിൽ പഠിക്കുമ്പോൾ നല്ലൊരു സ്പോർട്സ് താരമായതുകൊണ്ട് തന്നെ. അപ്പം ആ ശരീരത്തെക്കുറിച്ച് വളരെ ബോധ്യമുള്ള ആളാണ്, അതേസമയത്ത് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളാണ്. എങ്കിലും നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന രോഗത്തെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഇപ്പൊ നമ്മൾ പലപ്പോഴും കേട്ട്, എന്തുകൊണ്ട് 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 എന്റെ മനസ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ശരീരത്തിലെ രോഗത്തെക്കുറിച്ചുള്ള എന്തുകൊണ്ട്. അപ്പൊ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും ഞാൻ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഒരു ഒരൊറ്റ പാതയിലൂടെ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് നോളജിനെ പൂർത്തീകരിക്കാൻ പറ്റില്ല എന്നും, അത് വിവിധങ്ങളായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ പലപ്പോഴും വന്നു. അങ്ങനെയാണ് ഞാൻ യോഗയിലേക്ക് എത്തിച്ചേരുന്നത്. യോഗയിലൂടേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മുടെ ശരീരത്തെ മാത്രം പഠിച്ചാൽ പോരാ, മനസ്സിനെയും നമ്മൾ ആത്മാവിനെയും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയും, അത് ബാലൻസ്ഡ് ആയിട്ട് പോകണം എന്നുകൂടി മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയാണ് യോഗ പഠിക്കാനും, യോഗ പഠിച്ചതിന് ശേഷമാണ് ശരിക്ക് ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരികയും അതോടൊപ്പം സമാനമായിട്ടുള്ള മനസ്കരായിട്ടുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റി. അതാണ് ഏറ്റവും എനിക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആൾക്കാർ, അതുപോലെ മാരത്തോൺ റണ്ണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് എത്തിപ്പെട്ടതും എനിക്കൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് മാറി. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ ആരോഗ്യത്തെ പടിപടിയായി ഉയർത്തി ശരീരവും മനസ്സും ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അപ്പൊ എൻ്റെ അവസ്ഥയിൽ നിന്ന്, എൻ്റെ രോഗാവസ്ഥയെ ഞാൻ എങ്ങനെ ആരോഗ്യമുള്ള അവസ്ഥയിലേക്കൊക്കെ മാറ്റിയെന്ന് ഞാൻ സ്വയം പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യത്തില് മുഴുവൻ സമയം ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താൻ റിട്ടയർമെന്റിന് ശേഷം ഞാൻ തീരുമാനമെടുത്തു. അപ്പൊ യോഗയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മാത്രമല്ല നമ്മൾ യോഗ ആൾക്കാരിലേക്ക് പഠിപ്പിക്കുമ്പം ആൾക്കാരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അത് നമുക്ക് തരുന്ന സന്തോഷം, അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്തതിൽ അപ്പുറത്താണ്. ശരി, അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് കാണുക. അപ്പം അത് അങ്ങനെയാണ് ശരിക്കും എനിക്ക് ഇതിലൊരു ആനന്ദവും ഒരു പാഷനും ഒക്കെ ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മൾ യോഗയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്ന ശരീരത്തെ കുറിച്ചാണ്. ശരി, അപ്പൊ ശരീരം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരീരം, മനസ്സ്, ബുദ്ധി, ഓർമ്മ, ഈഗോ, സെൽഫ്, അതായത് 7 തലങ്ങളായിട്ടാണ് നമ്മളെ ശരീരത്തെ കരുതുന്നത്. നമ്മുടെ ശരീരം മാത്രം പോരാ, ശരീരം ഉണ്ടെങ്കിൽ അതിന് നമ്മള് മനസ്സുമായിട്ട് കണക്ട് ചെയ്യണ ശ്വാസം വേണം, അതുപോലെ മനസ്സ്, പിന്നെ അതുപോലെ നമ്മളെ ഓർമ്മ, ഇന്റലക്ച്വൽ, ഈഗോ, സെൽഫ്. അപ്പൊ ഈ ഒരു ഇതിലേക്ക് നമ്മൾ മുന്നേറുന്ന സമയത്ത് നമ്മുടെ ശരീരമാണ് നമ്മളെ പ്രത്യക്ഷത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ശരീരത്തിന്റെ ഓരോ നമ്മുടെ ശ്വസന പ്രക്രിയ, സർക്കുലേഷൻ, മസ്കുലാർ സിസ്റ്റം, എൻഡോക്രൈൻ, ഇങ്ങനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെ കുറിച്ചും നമ്മൾ ഒരു അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് യോഗ. ഒരു യോഗ ടീച്ചർ ആയ സ്ഥിതിക്ക് ഞാനൊരു മാസം ഇതിനു വേണ്ടിയിട്ട് മാറി നിന്ന് ഇതിന്റെ TTC പഠിക്കുമ്പോൾ നമുക്കിതിന്റെ ശരീരത്തിന്റെ അനാറ്റമിയും ഫിസിയോളജിയും ഒക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ യോഗ ടീച്ചർ ആവുന്നതിന് മുമ്പായിട്ട് അത് പഠിച്ചിരിക്കണം. അപ്പം ഒരു വെറ്ററിനറി ഡോക്ടർ നൽകി എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി. കാരണം നമ്മൾ അനിമൽസിന് പഠിക്കുന്ന അതേ ഏകദേശം അത് സമാനമായിട്ട് തന്നെ നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു കാര്യങ്ങൾ.
അപ്പൊ നമ്മളെ ഈ പറയുന്ന ശരീരത്തെ നമ്മൾ എങ്ങനെ ബലപ്പെടുത്തിയെടുക്കാം? ആ ശരീരത്തെ ബലപ്പെടുത്തണമെങ്കിൽ ഉള്ളിലുള്ള ഊർജത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പുറമേ നമുക്ക് നോക്കുമ്പോൾ ശരീരത്തെ ഒരു ബാഹ്യമായിട്ടുള്ള ഒരു രൂപം എന്നുള്ള രീതിയിലേക്കാണ് ഉപരി നമ്മൾ ഇന്റേണലി നമുക്ക് അറിയാത്ത ഒരു കുറെ ഭാഗങ്ങളും കൂടിയുണ്ട്. പുറമേ നമുക്ക് കാണാം. അതുപോലെ ഇന്റേണലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇന്റേണലിലെ പല ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സിസ്റ്റം വൈസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അവിടെ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റ് ആയിട്ട് പോകുന്നതിന് പകരം നമ്മൾ ഈ പറയുന്ന യോഗാസന ഓരോ ചെയ്യുന്ന ആസനങ്ങളും നമ്മുടെ ഓരോ സിസ്റ്റത്തിനും ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ ബലപ്പെടുത്താനും ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേ വരുന്നത്. അപ്പം ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കഴിയും. അപ്പൊ ശരീരം ബലപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനും ശക്തിപ്പെടും. മനസ്സ് ശക്തിപ്പെടുന്നതോടുകൂടി അത് രണ്ട് പരസ്പര പൂരകങ്ങളാണ്. മനസ്സ് ശക്തിപ്പെടുന്നതോടെ ശരീരവും ശക്തിപ്പെടും. അപ്പൊ ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ വേണ്ടിയിട്ട് മനസ്സിന് പെടും. ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം, ഇന്നത്തെ ഏറ്റവും നമ്മൾ അറിയപ്പെടുന്നതൊക്കെ സൈക്കോസൊമാറ്റിക് ഡിസീസുകളാണ് അല്ലെ? നമ്മുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന രോഗങ്ങൾ മുഴുവൻ ഒക്കെ നമുക്ക് വരുന്നത് ഈ പറയുന്ന മനസ്സിന്റെ ഒരു തളത്തിന്റെ തെറ്റൽ കൊണ്ടാണ്. ശരി, 90% രോഗങ്ങളും നമ്മളിൽ ഉണ്ടാകുന്നത് മനസ്സിലാണ് ആദ്യം. അപ്പൊ അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ. മനസ്സിൽ 10% മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ പറയാം ബാക്ടീരിയ, വൈറസ് ഇതെല്ലാം കൊണ്ടുണ്ടാകുന്നതൊക്കെ 10% വരുന്നത്. ബാക്കി 90% നമ്മളെ മനസ്സിലാ സംഭവിക്കും. അപ്പൊ രോഗങ്ങളെ മാറ്റാൻ മനസ്സ് തയ്യാറെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 100% മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ശരീരത്തെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ശരീരത്തിന്റെ ആക്ഷൻ, ശരീരത്തിന്റെ പോസ്റ്ററുകൾ, ശ്വാസത്തിന്റെ ഗതികൾ, ഇതെല്ലാം ശരീരം ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടുകൂടി ഇതൊക്കെ കറക്റ്റ് ആവും. പോസ്റ്റർ കറക്റ്റ് ആവും, ശ്വാസതാളം കറക്റ്റ് ആവും ഒക്കെ. അപ്പം അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ ഭാഗങ്ങളെയും ഉള്ള എല്ലാ അവയവങ്ങളിലേക്കും നമുക്കതിന്റെ ഉത്തേജനം കിട്ടുകയും അതിന്റെ ഊർജം എല്ലാത്തിലേക്കും പ്രവഹിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് യോഗ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാനിന്നിപ്പം ഏകദേശം 2012 മുതൽ യോഗ ടീച്ചറായിട്ടെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു ദിവസം പോലും മുടക്കാതെ രാവിലെയും വൈകിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് വളരെ ആധികാരികമായിട്ട് തന്നെ പറയാം, നിങ്ങൾ മുടക്കാതെ യോഗ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം പക്കയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. അതെന്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നിങ്ങൾ മാനസികമായിട്ട് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമുക്ക് ചെയ്യാം. വെറുതെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാലോ. നിപ്പിലൊന്ന് സ്ട്രെച്ച് ചെയ്താൽ തന്നെ അതൊരു യോഗയായി മാറി. കൈയൊക്കെ ഒന്ന് ഉയർത്തി സ്ട്രെച്ച് ചെയ്തു, അതൊന്ന് കൈ ഉയർത്തി എല്ലാവരും കൂടി ഒന്ന് രണ്ട് സൈഡിലേക്ക് ഒന്ന് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, കൈ ഒന്ന് കുടയുക, ഇത് കൈ നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യുക. അപ്പൊ ക്ലാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്കൊരു സന്തോഷം നമ്മളിലേക്ക് പുറത്തേക്ക് വരും. ക്ലാപ്പ് ചെയ്യുമ്പോൾ അതായത് നമ്മൾ സ്വയം നമ്മളെ അനുമോദിക്കുകയാണ് ചെയ്യും. അപ്പം ശരീരത്തെ നമ്മൾ ബലപ്പെടുത്തുക, അത് നമ്മളെ മനസ്സിനെ ബലപ്പെടുത്തും. അത് നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മളെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കും. ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. സാർ, സമയം ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. കാരണം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അടുത്തൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യാന്നുള്ള അതിനുള്ള പെർമിഷനും കൂടി ചോദിച്ചുകൊണ്ട് സോറി ഫോർ. താങ്ക് യു. സാർ വളരെ നന്ദി സാർ. ഡോക്ടർ മുരളീധരൻ സാർ ഇനിയും തുടർന്നും നമ്മുടെ പ്രോഗ്രാമിന് സാർ പങ്കെടുക്കുന്ന ആളാണ്. എന്നാലും വരണം നമ്മുടെ കോട്ടയത്തിന്റെ പ്രോഗ്രാമുകൾക്ക്. തുടർന്ന് സീരീസ് പ്രോഗ്രാം കാണുമല്ലോ, തീർച്ചയായും വരണം സാർ. താങ്ക് യു സാർ. അടുത്തതായിട്ട് യോഗയിലൂടെയുള്ള മനസ്സിനെ നിയന്ത്രിക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗാന്ധിനഗർ യൂത്ത് ലീഗ് അംഗമായ രാമചന്ദ്രൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്തേ, എല്ലാവർക്കും യോഗാദിന ആശംസകൾ. ഇന്നിപ്പോ നമുക്ക് യോഗാദിനത്തിന്റെ അന്ന് ജൂൺ 21 ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും
അതിലേക്ക് ഈ വിഷയത്തിന്റെ ചില സൂചികകൾ പറയുന്നതിന് വേണ്ടി ഒരവസരം തന്ന സാബു സാറിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്ന കാര്യം യോഗയിലൂടെ മനസ്സിനെ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ പരിധികളില്ലാത്ത കഴിവുള്ള മനസ്സിനെ ഉണർത്താനും നിയന്ത്രിക്കാനും അതിന്റെ പരമാവധി ഉപയോഗിക്കാനുമുള്ള ഒരു സമ്പൂർണ്ണ ശാസ്ത്രം എന്ന് പറയുന്നത് യോഗാശാസ്ത്രം. നമുക്ക് വ്യത്യസ്തമായ രീതികളെ വ്യത്യസ്തമായ മാർഗത്തിലൂടെ ഇത് സാധ്യമാണ്. യോഗയിൽ തന്നെയുള്ള വ്യത്യസ്തമായ രീതിയിൽ കൂടെയും വ്യത്യസ്തമായ മാർഗത്തിൽ കൂടെയും മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ ഉണർത്താനും മനസ്സിനെ ഉപയോഗിക്കാനും നിത്യജീവിതത്തിലും മനുഷ്യന്റെ ഉന്നതിക്കും വിജയത്തിനു വേണ്ടിയെല്ലാം നമുക്കിതിന് സാധ്യമായിട്ടുള്ള പദ്ധതികളും ടെക്നിക്കുകളും ധാരാളം. നമ്മുടെ സമയത്തിന്റെ ഒരു പരിധി വെച്ചിട്ട് 20 മിനിറ്റാണ് പറയാനുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട 2-3-4 കാര്യങ്ങളെ ഞാനൊന്ന് സ്പർശിച്ച് മുമ്പോട്ട് പോകാം, അവസാനിപ്പിക്കാം. 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, പ്രാണായാമത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കൽ. 2, ധ്യാനത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കൽ. 3, യോഗാസനങ്ങളിൽ കൂടി മനസ്സിനെ നിയന്ത്രിക്കൽ. 4, ആധാരങ്ങളിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കൽ. ഒന്നാമത്തേത് പ്രാണായാമത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കും. നമ്മുടെ മനസ്സിനെ പൊതുവെ പറയുന്നത് മങ്കി മൈൻഡ് ആണ്. മങ്കി മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ മങ്കിയുടെ സ്വഭാവമാണ്, കുരങ്ങന്റെ സ്വഭാവമാണ് മനസ്സിന്. ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, അവിടെ നിൽക്ക്, അവിടെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓർമ്മിക്കില്ല. ഇങ്ങോട്ട് പോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ മങ്കി മൈൻഡിനെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒരു മങ്കിയെ നമുക്ക് കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം അതിന്റെ കഴുത്തിൽ നമ്മളൊരു ചരട് കെട്ടണം. ചരട് കെട്ടിയാൽ മാത്രമേ അതിനെ നമുക്ക് വീണ്ടും നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമ്മളൊരു ചരട് കെട്ടണം. ആ ചരടാണ് ശ്വാസം എന്ന് പറയും. ശ്വാസം എന്ന ചരട് കൊണ്ട് നമ്മുടെ ചിന്തയെയും മനസ്സിനെയും ആദ്യം കെട്ടി കൊളുത്തിട്ട് മങ്കിയെ നമ്മൾ എങ്ങനെ നീളത്തിലുള്ള ഒരു ചരടിനെ നിയന്ത്രിച്ച് പതുക്കെ നീളം കുറച്ച് കൊണ്ടുവന്ന അവസാനം മങ്കിയുടെ കഴുത്തിലിട്ടിരിക്കുന്ന ചരടിലേക്ക് അല്ലെങ്കിൽ ആ ബെൽറ്റിലേക്ക് മങ്കിയെ നമ്മൾ പിടിക്കുന്നത് പോലെ ചരടില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് പോലെ ശ്വാസത്തിനെ ഉപയോഗിച്ച് പതുക്കെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന സാവകാശം ശ്വാസമില്ലാത്ത ഒരു അവസ്ഥ പോലെ വരികയും മനസ്സും പൂർണ്ണമായിട്ടും നിശ്ചലവും ശാന്തമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നു. ഒരിക്കൽ മനസ്സ് നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ, ശാന്തതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് മനസ്സിനെ കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പണിയെടുക്കാൻ പറ്റും, വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടെക്നിക്ക് എന്ന് പറയുന്നത് ശ്വാസത്തിലൂടെ, പ്രാണായാമത്തിലൂടെ. അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് കടന്നു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയുന്നു, ഇപ്പം നമ്മുടെ ശ്വാസം ഏതാണ്ട് നിലച്ച പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തുകയും ശ്വാസം നിലച്ച പോലുള്ള അവസ്ഥ എത്തുമ്പോൾ നമ്മുടെ മനസ്സും നിലച്ച പോലെയാകുകയും യോഗ ചിത്ത നിരോധ, അതാണ് യോഗ എന്ന് പറയുന്നത്. അതായത് ചിത്തമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ചിത്തത്തിന്റെ മോഡിഫിക്കേഷൻസ്, ചിത്തം കൊണ്ടുള്ള പ്രവർത്തികൾ ഇല്ലാത്ത ഒരവസ്ഥ, ചിത്തമില്ല, മനസ്സില്ലാത്ത ഒരവസ്ഥ ഇവിടെ നമുക്ക് ശ്വാസത്തിൽ കൂടെ സാധ്യമാകുന്നു. അതാണ് നമുക്ക് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം മെഡിറ്റേഷൻ അഥവാ ധ്യാനം. നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുക. സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരുന്നതിന് ശേഷം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തയെ നമ്മൾ സ്വതന്ത്രമായി വെളിയിലേക്ക് അഴിച്ചു വിടുക. കൺട്രോൾ ഒന്നുമില്ല, സ്വതന്ത്രമായിട്ട് അഴിച്ചു വിടുക. അവന് ഇഷ്ടമുള്ളിടത്തോടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കട്ടെ. ഇവിടെ ഒരേ ഒരു കാര്യം നമ്മൾ മനസ്സിനോട് പറയണം, യു ജസ്റ്റ് ഗോ വെയറെവർ യു വാണ്ട്, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. നീ എവിടെയൊക്കെ പോയാലും എനിക്കൊരു പ്രശ്നമല്ല. മനസ്സ് സഞ്ചരിക്കുന്നു. മനോഹരമായി പൂവിനെ കാണും. മനസ്സോട് എത്ര മനോഹരമായ ഒരു പൂവാണ്, എന്തോ ഒരു നല്ല മണമാണ്, അതൊന്ന് പറിച്ചെടുത്തിന് കൊള്ളായിരുന്നു. അപ്പൊ മനസ്സിന്റെ ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇഷ്ടമാണ് ആ പൂവിനോട്. കുറച്ചുകൂടെ മനസ്സ് മുമ്പോട്ട് പോകുമ്പം ഒരു ശത്രുവിനെ കാണും.
മനസ്സാകെ രോഷാപൂർണമാണ്, കോപം വരുന്നു, ആങ്കർ വരുന്നു. ഇത് പാടില്ല. പൂവിനെ കണ്ടു, മനോഹരമായൊരു പൂർവ്, നല്ല കാര്യം, അടുത്തതിലേക്ക് പോയി. ഒരു മനുഷ്യൻ നടന്നു വരുന്നത് നമ്മുടെ ശത്രുവാണോ മിത്രമാണോ എന്നുള്ളതില്ല. നമുക്ക് യാതൊരു വികാരവുമില്ല. നമ്മൾ അടുത്തതിലേക്ക് കടക്കുന്നു. ഇതായിരിക്കണം മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ്. സാക്ഷിഭൂതമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ ഇരിക്കുന്നത്. അതായത് നമ്മൾ വെളിയിൽ കാണുന്ന ഓരോ വസ്തുതകളിലും മനസ്സിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വസ്തുവിലും അവൻ രമിക്കുകയില്ല. അവൻ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ, ഒരു കെട്ടില്ലെങ്കിൽ, ആ കെട്ടൊരു പക്ഷേ നല്ലതാകാം, പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, ദേഷ്യമായിരിക്കാം, സ്നേഹമായിരിക്കാം, വ്യത്യസ്ത തലങ്ങളിലുള്ള ആയിരിക്കാം. വൈകാരികമായ കെട്ടുപാടുകളാണ് വസ്തുതകളുമായിട്ട് മനസ്സിലുള്ളത്. ഈ കെട്ടുപാടിനെ നമ്മൾ സാവകാശം നമ്മുടെ നിസ്സംഗതയിലൂടെ കട്ട് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പം മനസ്സിന് വെളിയിലുള്ള വസ്തുക്കളിൽ വ്യാപരിക്കാനുള്ള താല്പര്യം കുറഞ്ഞു മനസ്സൊരു നിസ്സംഗതയിലേക്ക് എത്തുന്നു. നിസ്സംഗതയിലേക്ക് എത്തുന്ന മനസ്സിനെ നമ്മൾ സാവകാശം ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, ശരീരത്തിലുള്ള ലോകത്തിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് വരുന്നു. നീ ഒരു കാര്യം ചെയ്യുക, ഈ ഉള്ളിലുള്ള ലോകത്തെ ഒന്ന് കാണണം. ഉള്ളിലുള്ള എന്താണ് നടക്കുന്നതെന്ന് അറിയൂ. ആദ്യം അതിന്റെ പെരിഫറൽ ലെവലിലേക്ക് പോകട്ടെ. ശരീരത്തിലെ പെരിഫറൽ ലെവലിൽ ഉണ്ടാകുന്ന സ്പന്ദനങ്ങൾ, ഊർജ പ്രവാഹങ്ങൾ, ഊർജ സ്പന്ദനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കട്ടെ. സാവകാശം നമ്മുടെ ശരീരത്തിന്റെ കോറായിട്ടുള്ള ഭാഗത്തിലേക്ക് വരട്ടെ. നമ്മുടെ ആത്മാവ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നിലനിർത്തുന്ന ജീവന്റെ അംശം, അതിനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് എന്ന് പറയാം, വ്യക്തിയുടെ ജീവാത്മാവ് എന്ന് പറയാം. ഇങ്ങനെയുള്ള നമ്മുടെ കോറായിട്ടുള്ള ഭാഗത്തേക്ക് സാവകാശം ഇവൻ അടുത്തടുത്ത് വരട്ടെ. ഈ ബോധം നമ്മുടെ മനസ്സ് നമ്മുടെ കോറിലേക്ക് കുറേശ്ശെ അടുത്ത് വരുന്നതനുസരിച്ച് മനസ്സിന്റെ മോഡിഫിക്കേഷൻസ്, പ്രവൃത്തികൾ ഇല്ലാണ്ടാകുകയും അത് അവസാനം കാലക്രമേണ നമ്മുടെ കോറായിട്ടുള്ള നമ്മുടെ കോൺഷ്യസ്നെസ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പരമമായ ആ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിച്ച് ഇല്ലാണ്ടാകുകയും ചെയ്യും. ഇവിടെ ഈ മനസ്സിനെ ഉണർത്തി, മനസ്സിനെ വളർത്തി, മനസ്സിനെ ഇല്ലാണ്ടാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് വീണ്ടും നമ്മൾ പറയുന്നു യോഗ ചിത്ത നിരോധം. ചിത്തത്തെ നിരോധിച്ചു. ഇവിടെയും യോഗയാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിനെ ഉപയോഗിച്ച്, മനസ്സിനെ നിയന്ത്രിച്ച്, മനസ്സിനെ ഇല്ലായ്മ ചെയ്യുന്നു. അഥവാ നിശബ്ദതയിലേക്ക്, പൂർണ്ണമായ നിശബ്ദതയിലേക്ക് എത്തിക്കുന്നു. ആദ്യം നമ്മൾ ശ്വാസത്തിനെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിച്ചു. ഇവിടെ നമ്മൾ മനസ്സിനെ തന്നെ ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിച്ചു. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ യോഗാസനങ്ങളിലൂടെ, ആസനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം അറിയാം. യോഗാസനം, പൊതുവേ നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ തന്നെ ആസനങ്ങൾ എന്നുള്ളൊരു ചിന്താഗതിയാണ് വരുന്നത്. അതായത് വളഞ്ഞു നിൽക്കുന്നു, മറിഞ്ഞു നിൽക്കുന്നു, തിരിഞ്ഞു നിൽക്കുന്നു, വളയുകയും ഒടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആ യോഗ എന്നുള്ളൊരു ധാരണ. കാരണം നമ്മൾ യോഗാസനങ്ങളാണ് കാണുന്നത്. യോഗ നേരത്തെ നമ്മുടെ മുരളി സാർ പറഞ്ഞതുപോലെ ആ അഷ്ടാംഗത്തിൽ ഒരംഗം മാത്രമാണ് യോഗാസനങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് പോകുന്നില്ല. പോട്ടെ. അപ്പൊ നമ്മൾ ഇനി എങ്ങനെ ആസനങ്ങളിൽ കൂടി നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ആസനം ചെയ്തു, യോഗാസനം. നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു ആസനം ചെയ്തു, വൃക്ഷാസനം. ഈ ഒറ്റക്കാലിൽ നിൽക്കുന്ന ഒരു ആസനം, നമ്മുടെ ശരീരം നിൽക്കുകയാണ്, ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. ശരീരത്തിന് ഒറ്റക്കാലിൽ നിൽക്കണമെങ്കിൽ ശരീരത്തിന്റെ അടുത്തേക്ക് മനസ്സ് വരണം. ആ സ്ട്രെങ്ത് വേണമെങ്കിൽ മനസ്സിന്റെ സ്ട്രെങ്ത് അവിടെ ഇൻവോൾവ് ആകണം. ആ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ മനസ്സിന്റെ സ്റ്റെബിലിറ്റിയും ശരീരത്തിന്റെ സ്റ്റെബിലിറ്റിയും കൂടെ ഒന്നാകണം. അപ്പൊ നമ്മൾ ശരീരത്തിൽ കൂടി സാവകാശം മനസ്സിലേക്ക് പ്രവേശിക്കുക. മനസ്സിൽ കൂടിയല്ല. മനസ്സിനൊരു കുഴപ്പമുണ്ട്. നിൽക്കട എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. അത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ യോഗികൾ ഇങ്ങനെയുള്ള ഹഠയോഗ പോലുള്ളത് കണ്ടുപിടിക്കുകയും ശരീരത്തിൽ കൂടി സാവകാശം മനസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. കൈ പൊക്കുക എന്ന് പറയുമ്പോൾ കൈ പൊക്കുന്നു. അവിടെ മനസ്സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ശരീരത്തിൽ കൂടി നമുക്ക് മനസ്സിനെ യോഗാസനങ്ങൾ കൂടി വ്യത്യസ്തമായിട്ടുള്ള ആസനങ്ങൾ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള രീതികളൊക്കെ നമുക്ക് മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കൂടാതെ യോഗാസനം ചെയ്യുമ്പോൾ നമ്മളൊരു യോഗാസനം ചെയ്യുമ്പം നമ്മൾ അതിനെ നമ്മുടെ ശ്വാസവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുക, സിൻക്രണൈസ് ചെയ്യുകയാണ്. ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ കൈ പൊക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈ താത്തുന്നു. ഇവിടെ 3 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ആസനം ചെയ്യുന്നു. 2, നമ്മൾ പ്രാണായാമം ചെയ്യുന്നു.
മൂന്ന്, നമ്മുടെ അവയർനെസ്സും ബോധവും അവിടെ കയ്യിൽ കൂടെ സഞ്ചരിക്കുന്നു, കയ്യിലുണ്ട് എന്നതുകൊണ്ട് ഇതൊരു മെഡിറ്റേഷനുമാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ യോഗാസനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ, അരമണിക്കൂർ ആസനം ചെയ്താൽ അരമണിക്കൂർ യോഗാസനവും, അരമണിക്കൂർ മെഡിറ്റേഷൻ, അരമണിക്കൂർ പ്രാണായാമവുമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ശരീരത്തിനെ ഉപയോഗിച്ച് യോഗാസനങ്ങൾ ചെയ്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം, ആധാരങ്ങളിലൂടെ. അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് എന്താ വേണ്ടത്? നമുക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. മനസ്സമാധാനത്തിൽ നിന്ന് സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഈ മനസ്സമാധാനവും സന്തോഷവും എങ്ങനെയാണ്? എന്തടിസ്ഥാനം? നമ്മുടെ ബാഹ്യമായിട്ടുള്ള വസ്തുതകളിലാണോ, നമ്മുടെ സാഹചര്യത്തിലാണോ നമ്മുടെ മനസ്സമാധാനം നിലനിൽക്കുന്നത്? നമ്മുടെ സാഹചര്യത്തിലല്ല, ബാഹ്യമായിട്ടുള്ള സംഭവങ്ങളിലല്ല, ബാഹ്യമായിട്ടുള്ള വസ്തുതകളിലല്ല നമ്മുടെ സമാധാനം നിലനിൽക്കുന്നത്. നമ്മുടെ മനസ്സ് ഇവകളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മുടെ സമാധാനവും നമ്മുടെ സന്തോഷവും നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സ് വസ്തുതകളോട്, കാര്യങ്ങളോട്, സിറ്റുവേഷനോട്, ആൾക്കാരോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. മനസ്സിന്റെ പ്രതികരണമോ അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ഒരു മനുഷ്യനാണ്, നമ്മുടെ ബോധതലം എവിടെ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. പൊതുവെ നമ്മുടെ ബോധതലങ്ങൾ, നമ്മുടെ ശരീരത്തിൽ 7 ബോധതലങ്ങളാണ്. ഇതിനെ ചക്രാസ് എന്ന് പറയും, അല്ലെങ്കിൽ ആധാരങ്ങൾ എന്ന് പറയും. നമ്മൾ മൂലാധാരം മുതൽ നട്ടലിന്റെ ഏറ്റവും അടിഭാഗം മുതൽ ദർഗന്തല വരെയുള്ള 7 ആധാരങ്ങളുണ്ട്. ഈ ആധാരങ്ങൾ കൂടി സഞ്ചരിച്ചാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്, പരിണാമം സംഭവിക്കുന്നത്. ബോധത്തിന്റെ പരിണാമവും സ്പീഷീസിന്റെ പരിണാമവും ഒക്കെ ആധാരങ്ങൾ കൂടെ സഞ്ചരിച്ചാണ്. നമുക്ക് മുമ്പുണ്ടായിരുന്ന നാൽക്കാലിപുരങ്ങളിൽ 7 ആധാരങ്ങൾ ഉണ്ടായിരുന്നു, 7 ചക്രാസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മനുഷ്യനിൽ നമ്മൾ കൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും അടിയിലുള്ള ആധാരം എന്ന് പറയുന്നത് മൂലാധാരം, നമ്മുടെ മനുഷ്യ മൃഗത്തിന്റെ ആധാരം. നമ്മളൊരു അവിടെയാണ് നമ്മുടെ ബോധം നിലനിൽക്കുന്നവരുടെ രൂപത്തിൽ നമ്മൾ മനുഷ്യനാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ ചിന്താഗതിയിലും നമ്മളൊരു മൃഗകൂടിയാണ്. അപ്പൊ നമ്മൾ ആ ആധാരത്തിൽ, അതാണ് നമ്മുടെ ലോവസ്റ്റ് ഫ്രീക്വൻസി. അവിടുന്ന് വരുന്ന ചിന്തകൾ ലോവസ്റ്റ് ഫ്രീക്വൻസിയിലുള്ളതായിരിക്കും. അതിന്റെ ക്വാളിറ്റികൾ കുറവായിരിക്കും, അതിന്റെ പ്രതികരണവും നിലവാരവും ഇല്ലാത്തതായിരിക്കും. അത് നമുക്ക് ആങ്കറിന്റെ ബേസിൽ, ഗിൽറ്റിന്റെ ബേസ്, ഭയത്തിന്റെ ബേസിൽ ഒക്കെ ഉള്ളതായിരിക്കും അവിടെ നിന്നുള്ള പ്രതികരണം. അവിടുന്ന് നമ്മുടെ യോഗയിലൂടെ നമ്മുടെ ബോധത്തിനെ പതുക്കെ പതുക്കെ നമ്മൾ പ്രാണായാമത്തിലൂടെയും യോഗയിലൂടെയും മെഡിറ്റേഷനിലൂടെയും പതുക്കെ ഉയർത്തിക്കൊണ്ടുവന്ന അടുത്ത ആധാരത്തിലേക്ക്, സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ നിന്റെ ഫ്രീക്വൻസി ഹയർ ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇപ്പോഴും അത് നിലനിൽക്കുന്നത് ഒരു പ്ലഷർ സീക്കിംഗ് പേഴ്സണാലിറ്റിയാണ് അവിടെയോട്ട് വരുമ്പോഴത്തേക്കും. സോ നമ്മുടെ റെസ്പോൺസ് വരുന്നത്, നമ്മുടെ ചിന്തകൾ, കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അവിടുന്ന് നമ്മുടെ ബോധതലത്തെ നമ്മൾ വീണ്ടും ഉയർത്തുമ്പോൾ നമ്മൾക്ക് മുകളിലുള്ള മണിപ്പൂര ചക്ര എന്ന് പറഞ്ഞ നാഭിയുടെ ഭാഗത്തുള്ള ചക്രയിലേക്ക് വരുമ്പം വി ആർ എ മാൻ ഓഫ് ആക്ഷൻ. നമ്മുടെ ഊർജ്ജതലം, നമ്മുടെ ഡൊമൈൻ ആയിട്ടുള്ള ഭാഗം, നമ്മുടെ ബോധം അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് കലാകാരന്മാര്, വലിയ വലിയ ആയിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാര് അപ്പൊ മാൻ ഓഫ് ആക്ഷൻ ആണ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ജുവൽ. അതാണ് മണിപ്പൂർ. മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുവൽ എന്നാണ്. മണിപ്പൂർ ജുവലുകളുടെ ഒരു പട്ടണമാണ് അവിടെ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ധാരാളം എനർജിയുടെ എന്ന് പറയുന്ന റിസോഴ്സ്, തീരാത്ത ഊർജത്തിന്റെ സോളാർ പ്ലക്സസ് ആണ് ആ സ്ഥലം എന്ന് പറയും. അവിടെ നമുക്ക് പ്രവർത്തിക്കാം, നേടാം, വെട്ടിപ്പിടിക്കാം, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ നിന്ന് നമ്മുടെ ബോധതലം മുകളിലോട്ട് ഉയരുമ്പം പിന്നെയും നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാഗത്തേക്കുമ്പോൾ, അനഹത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു വിശാലമായ ഒരു മനുഷ്യൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന, ലോകത്തിനെ നമ്മൾ ഒന്നായിട്ട് കാണുന്ന മനുഷ്യനെ, മറ്റു മനുഷ്യനെയും നമ്മളെ ഒന്നായിട്ട് കാണുന്ന മനുഷ്യനെയും, ഇങ്ങനെ നമ്മുടെ ബോധതലത്തിനെ പടിപടിയായിട്ട് മുകളിലോട്ട് നമ്മൾ ഉയർത്തുന്നതനുസരിച്ച് ഹയർ ഫ്രീക്വൻസിയിലോട്ടുള്ള ഓരോ ബോധതലത്തിനും ഒരു കളറുണ്ട്. ആ കളറിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ കളറിൽ നിന്ന്, ആ സ്ഥലത്തിൽ നിന്ന് വരുന്ന ചിന്തയ്ക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. ആ ചിന്തയിൽ നിന്നാണ് നമ്മുടെ വാക്കുകൾ വരുന്നത്, അതിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തി വരുന്നത്. സോ അതെല്ലാം ബാധിച്ചിരിക്കുന്നത് ഇവിടുന്ന് വരുന്ന ആ ഫ്രീക്വൻസി, ആ ഊർജത്തിന്റെ തലത്തിൽ നിന്ന് വരുന്ന, ആ തലത്തിൽ നിന്ന് വരുന്ന ഊർജത്തിന്റെ ഫ്രീക്വൻസി അടിസ്ഥാനമാണ്. സോ നമുക്ക് ഇങ്ങനെ ഉയർന്ന ഏറ്റവും ഫ്രീക്വൻസിയുള്ള നമ്മുടെ നിർഗന്ധലയിലുള്ള വിബ്ജിയോർ ആയിട്ടുള്ള, നമ്മുടെ വയലറ്റ് ആയിട്ടുള്ള കറലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് ഒരു മനുഷ്യനെ
അവൻ തന്നെ പരിണാമത്തിൽ കൂടെ നമ്മളിൽ കൂടി തന്നെ നമുക്ക് ചെയ്ത് നമ്മളെ പരിണാമത്തിന്റെ ഏറ്റവും ഉയരിലെത്താൻ പറ്റും. സോ ഇതാണ് അപ്പൊ നമ്മുടെ ഇങ്ങനെ നമ്മൾ ഒരു മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരു മനുഷ്യനാകും. നമ്മുടെ നിലവാരങ്ങൾ ഹയറിലേക്ക് നമ്മുടെ നിലവാരം, നമ്മുടെ പ്രവർത്തികൾ അതെല്ലാം മാറും, നമ്മുടെ ചിന്തകൾ. അങ്ങനെ മനസ്സിനെ നമുക്ക് കുറേശ്ശെയായിട്ട് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങളും മാറും, നമ്മുടെ നിലവാരവും നമ്മുടെ സ്വഭാവവും നമ്മൾ തന്നെ മാറും. ഇതാണ് നാലാമത്തെ. ഇനിയും പല മാർഗങ്ങളുണ്ട്. സമയത്തിന്റെ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ അവസാനിപ്പിക്കാം. 4 കാര്യങ്ങളാണ് നമുക്ക് പ്രധാനപ്പെട്ട പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രാണായാമത്തിൽ കൂടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, അല്ലെങ്കിൽ പ്രാണായാമത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കാം, ധ്യാനത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കാം, നമ്മൾ യോഗാസനങ്ങളിൽ കൂടെ മനസ്സിനെ തിരിക്കാം, ആധാരങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാം. ആദ്യം പറഞ്ഞ പ്രാണായാമമാണെങ്കിൽ നമ്മൾ ശ്വാസത്തിൽ കൂടെ നിയന്ത്രിക്കുന്ന മനസ്സിനെ, രണ്ടാമത് പറഞ്ഞ ധ്യാനമാണെങ്കിൽ മനസ്സിനെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നു, മൂന്നാമത് പറഞ്ഞ യോഗാസനങ്ങളാണെങ്കിൽ ശരീരത്തിനെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കുന്നു, നാലാമത് പറഞ്ഞ ആധാരങ്ങളാണെങ്കിൽ നമ്മൾ യോഗയെ മൊത്തമായിട്ട് ഉപയോഗിച്ച്, യോഗയുടെ വിവിധ മാർഗങ്ങളെ ഉപയോഗിച്ച്, പ്രാണായാമം ഉപയോഗിച്ച്, യോഗാസനങ്ങൾ ഉപയോഗിച്ച്, മെഡിറ്റേഷൻ ഉപയോഗിച്ച് നമ്മളെ ചക്രാസിനെ, നമ്മുടെ ആധാരങ്ങളെ പതുക്കെ മുകളിലോട്ട് ഉയർത്തി കൊണ്ടുവന്ന ആ തലത്തിലെ ഏറ്റവും വലുത്ത തലത്തിലേക്ക് നമുക്കെല്ലാം. ഇതാണ് നിയന്ത്രിക്കേണ്ടത്. വളരെ എന്റെ പറഞ്ഞ വിത്തിൻ ടൈം ലിമിറ്റിൽ ഞാൻ പറഞ്ഞു തീർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് പറയാനുള്ളത്. ഏതെങ്കിലും ചർച്ചകളുണ്ടെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചർച്ചയുടെ സമയത്ത് അതിന്റെ ഉത്തരങ്ങൾ നൽകുന്നതായി. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി സാർ. ശ്വാസത്തെയും മനസ്സിനെയും ശരീരത്തെയും ആധാരത്തിൽ കൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന സവിസ്തരം പറഞ്ഞ് വളരെ ഒരു ക്യാപ്സ്യൂൾ ഫോമിൽ പറഞ്ഞ് ഒരു നല്ലൊരു പ്രഭാഷണം നടത്തിയ രാമചന്ദ്രൻ സാറിന് വളരെ നന്ദി അർപ്പിക്കുന്നു. ഇനി നമ്മൾ ക്ഷണിക്കാനുള്ളത് മാത്യു മാനവികത്തെയാണ്. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട അംഗമാണ്, അടിച്ചിറയിലെ യൂത്ത് 3 അംഗമാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത് പ്രാണായാമത്തിൽ കൂടെയുള്ള യോഗയെക്കുറിച്ചാണ്. യോഗ പ്രാണായാമത്തെക്കുറിച്ച്, ശ്വസന നിയന്ത്രണം, അതിനെക്കുറിച്ചാണ് ഇപ്പൊ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു. സാറിന് ക്ഷണിച്ചുകൊള്ളുന്നു. ഹലോ ജോസഫ് സാറെ, കേൾക്കാവോ? കേൾക്കാവല്ലോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് പ്രഥമ സംരംഭം എന്ന് കരുതിയാൽ മതി. ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ ആണ് സാറേ, ക്ലിയർ ആണ്. ഓക്കെ, പറഞ്ഞോളൂ. ഈ നല്ലൊരു ദിവസം ഇങ്ങനൊരു വിഷയം ഗൗരവമായി എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായതിന് മുൻപിൽ നിൽക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, ശ്വസന കല, അതിന് ഏതാനും കാര്യങ്ങൾ പറയാനായിട്ട് എനിക്ക് പരിമിതമായ സമയത്ത് തയ്യാറാകാൻ സാധിച്ചുള്ളൂ. യോഗാദിനവുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരാഴ്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് രാവിലെയും വൈകുന്നേരം. അതുകൊണ്ട് ചില പരിമിതികൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സദയം ക്ഷണിക്കണം. ശ്വസനം നമ്മളെല്ലാം ചെയ്യുന്നതാണ്. അതൊരു കലയായിട്ട് കൊണ്ടുപോകണം എന്നതിലേക്കാണ് നമ്മുടെ ചിന്ത ക്ഷണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സബ്ജക്റ്റ് ശ്വസനം നമുക്കെല്ലാം അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ, സ്കൂളുകളിൽ പഠിച്ചതുപോലെ, ശ്വാസം എടുക്കുന്നു, അതിൽ നിന്ന് ഓക്സിജൻ ലങ്സ് അബ്സോർവ് ചെയ്യുന്നു, എത്തേണ്ടടുത്ത് എത്തുന്നു, ഊർജം നൽകുന്നു, നമ്മൾ അതുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അതിന് അപ്പുറമായിട്ട് യോഗാശാസ്ത്രപരമായിട്ട് വളരെയധികം മാനങ്ങളുണ്ട്. ഈ മാനങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കുവാനായിട്ട് ഞാനും ശ്രമിച്ചു വരുന്നതേ ഉള്ളൂ. ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ചില അനുഭവങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുക മാത്രമേ ഞാൻ ഈ ചെറിയ സമയത്ത് ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്ക് സാധിക്കുന്നുള്ളൂ. ശ്വസനം നമ്മൾ
ഓക്സിജൻ എടുക്കുന്നതിന് അപ്പുറമായിട്ട് അന്തരീക്ഷത്തിലുള്ള ലൈഫ് ട്രോൺസ് പ്രാണാംശം കൂടി ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് എന്നാണ് യോഗീശ്വരന്മാര് അവരുടെ അനുഭവം കൊണ്ട് തെളിയിച്ചിരിക്കുന്നത്. പ്രപഞ്ചം ഉണ്ടായത് അതിസൂക്ഷ്മ തലത്തിൽ നിന്ന് സൂക്ഷ്മതലമായി പിന്നെ സ്ഥൂലതലമായി എന്നതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടിയും അങ്ങനെ ആണെന്നാണ് ഒരു സങ്കല്പം വളരെ വ്യക്തമായിട്ട് അവര് ഊന്നി പറയുന്നുണ്ട്. ഈ ശ്വസനകല നമ്മൾ ശ്വാസം എടുക്കുന്നു, രണ്ട് മൂക്കിലൂടെ എടുക്കുന്നു, അല്ലെ നാസാദ്രങ്ങളിൽ കൂടി എടുക്കുന്നു. ഒരു സമയം ഏതെങ്കിലും ഒരു നാസാഗ്രമായിരിക്കാം വളരെ തുറന്നിരിക്കുന്നത്, മറ്റത് അത്രയും തുറന്നല്ലായിരിക്കാം. അതിന് വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്ക് തരുന്നത് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു യോഗയിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ്. ശരനൂൽ എന്ന് ഉദ്ദേശിക്കുന്നത് ശിവന്റെ നൂൽ അല്ല ജീവന്റെ നൂൽ എന്ന അർത്ഥത്തിലാണ് പ്രത്യേകിച്ച് സിദ്ധയോഗികൾ ഇതിന് വിശദീകരണം തരുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരു മൂക്കടച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഓരോ മൂക്കടച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ഏതെങ്കിലും ഒരു മൂക്ക് ശരിയായിട്ട് തുറന്ന് അതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് കയറുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പോകുന്ന ആ ദിശയിലാണ് അല്ലെ ആ മൂക്കിലാണ് ശരനൂൽ. ഈ ശരനൂൽ വെച്ചുകൊണ്ട് ഏത് മൂക്കിൽ കൂടിയാണ് ശ്വാസം കൂടുതൽ ഉള്ളിലേക്ക് കയറുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥയും നമ്മുടെ കോസ്മിക് അവസ്ഥയും മനസ്സിലാക്കാനായിട്ട് ആ രീതിയിൽ സിദ്ധിയുള്ളവര് അവർക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഈ യോഗ പഠിക്കുവാനായിട്ട് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ട് ആരംഭിച്ചത് 2005 ശേഷമാണ്. 2004 വളരെയധികം ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് 8 മാസത്തോളം തളർന്നു കിടന്നതിന് ശേഷം യോഗയും മനഃശാസ്ത്രവും ഒക്കെ പഠിച്ച് വളരെയധികം അനുഭവജ്ഞാനമുള്ള ഒരു സുഹൃത്തിൽ നിന്നും ഒരു ഗുരുവിൽ നിന്നാണ് എനിക്ക് ആ കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്. അതിനുശേഷം തുടർന്നു വന്ന പഠനത്തിന്റെ ഭാഗമായിട്ട് പല ഗുരുക്കന്മാരുടെ അരികിൽ പോവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെയധികം യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നതിനേക്കാൾ അപ്പുറമായ പല സംഗതികളും സിദ്ധ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ആശ്രമങ്ങളിൽ ഉള്ള പല എക്സ്പേർട്സ് ആളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും അത് അനുഭവപ്പെടുവാനായിട്ടും സാധിക്കും. അറിഞ്ഞതും കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അനുഭവിക്കുക എന്ന ഒരു വലിയൊരു അമൃത് നമ്മൾ എടുത്താൽ മാത്രമേ ഉള്ളൂ അതൊരു എന്താ പറയുക ബീയിങ് സ്റ്റേജിലേക്ക് നമ്മുടെ ഉള്ളിൽ കിടക്കുകയുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അധികം പറയുവാനായിട്ട് ഞാൻ ഇന്ന് തയ്യാറായിട്ടില്ല. എങ്കിൽ എൻ്റെ ഒരു ഷെയറിങ് പറയുമ്പോൾ, എൻ്റെ അനുഭവം പങ്കുവെക്കുകയാണെങ്കിൽ, നമ്മൾ സംസാരിക്കുമ്പോഴായിക്കൊള്ളട്ടെ പ്രവർത്തിക്കുമ്പോഴായിക്കൊള്ളട്ടെ നമ്മളുടെ ശ്വാസം ശ്രദ്ധിക്കുകയും ശ്വാസത്തിന്റെ ആ താളം, ഒരു നല്ലൊരു താളമുണ്ട് എൻ്റെ ശരീരത്തിന്, ഒരു സമയത്ത് കൃത്യമായ ഒരു താളമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ താളത്തെ അറിഞ്ഞുകൊണ്ട് ഓരോ കർമ്മങ്ങളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കർമ്മങ്ങൾ നമുക്ക് ആസാധ്യകരമായിട്ട് മാറുന്നു. അത് ലളിതമായ ഒരു രീതിയാണ്, അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഈ ശരനൂൽ ശാസ്ത്രം വെച്ചുകൊണ്ട് നമ്മൾ സമീപിക്കുന്ന ആളുകളുടെ നേച്ചറും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായെന്നല്ല, ഏത് സമയത്ത് ഏത് സാഹചര്യത്തിൽ വന്നെന്നും ആ സമയത്ത് നമ്മുടെ മൂക്കിലൂടെ ഒഴുകുന്ന ശ്വാസം അതിൻ്റെ വേഗത അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും തിരിച്ചറിയുവാനായിട്ടും അത് ആ വിദ്യ നേടിയിട്ടുള്ള ഗുരുക്കന്മാർക്ക് സാധിക്കുന്നുണ്ട്. വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ശ്വസനം എന്നത് ഒരു അത്ഭുതമായ ഒരു സംഭവമാണ്. നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം എനിക്ക് തോന്നിയിരിക്കുന്നത്.
പല യൂണിവേഴ്സിറ്റികളിലും പഠനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ സിദ്ധ ആശ്രമങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും പഠിക്കുന്ന ഒരു അവസ്ഥയിലാണ് ആ സ്റ്റേജ്. ആ ശാസ്ത്രത്തിന്റെ ഏതാനും ഭാഗങ്ങൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്രയും വലിയ ഒരു തയ്യാറെടുപ്പോ പാണ്ഡിത്യമോ എനിക്കില്ല. പക്ഷേ മനസ്സിലാക്കിയിടത്തോളം അതൊരു വലിയൊരു ജീവിതചര്യയായിട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രഭാഷണ ലെവലിലേക്ക് വരാനായിട്ട് അടുത്ത സ്റ്റേജിൽ എനിക്ക് അത് സാധിക്കുകയുള്ളൂ. ഒരു കുറെ അനുഭവം വെച്ച് ഞാൻ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം എഫക്റ്റീവ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും ശരീരത്തിന്റെ അവസ്ഥയും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു അവസ്ഥ, അതുപോലെ തന്നെ ജ്ഞാനത്തിന്റെ അവസ്ഥയും കൂടെ ചേർത്തുകൊണ്ട് പോകാനായിട്ട് ഈ ശരനൂൽ ശാസ്ത്രം അല്ലെങ്കിൽ ഈ ശ്വസനക്രിയ താളാത്മകമായിട്ട് കലാപരമായിട്ട് ചെയ്യുന്നവർക്ക് സാധിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യം വന്നിട്ടുണ്ട്. പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രേ പറയുവാനായിട്ട് ഇപ്പോൾ എനിക്ക് പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ സാധിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു പ്രാണായാമം എന്ന രീതിയിൽ ഭ്രമരി പ്രാണായാമം നമുക്ക് ഒന്ന് പരിശീലിച്ചുകൊണ്ട് ശ്വസനത്തെയും അതോടൊപ്പം തന്നെ അതുകൊണ്ടുണ്ടാകുന്ന തലച്ചോറിനുള്ള അനുഭവത്തെയും റിഫ്രഷ്മെന്റും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ സമയം എടുത്ത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 മിനിറ്റിന്റെ ഇടപാടേ ഉള്ളൂ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. ഞാൻ കൂടുതൽ പഠിച്ച ആളൊന്നുമല്ല, നിങ്ങളിൽ ഒരാളായിട്ട് മാത്രം കണ്ടാൽ മതി. പുതിയ ടെക്നോളജി ഒന്നും വലിയ നിശ്ചയം ഇല്ല. ഞാൻ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല, അല്ലാതെ ഓടുന്ന ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കൂട്ടായിട്ട് നമുക്ക് പോകാം ഈ യാത്രയിൽ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു. ഭ്രമരി പ്രാണായാമം അതിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇരിക്കുന്നത് പോലെ തന്നെ, യോഗാ സമയത്ത് ഇരിക്കുന്നത് പോലെ തന്നെ സ്വസ്ഥമായിട്ടിരിക്കാം. ആ ഇരിപ്പിൽ നട്ടെല്ലും കഴുത്തും തലയും ഒരുവിധം ഒരേ ലൈനിൽ തന്നെ വെക്കുന്നത് നല്ലതാണ്. കണ്ണുകൾ അടച്ചതിന് ശേഷം നടുവിരലും മോതിരവിരലും കൊണ്ട് കണ്ണുകൾക്ക് മീതെ വെക്കാം. അതിനുശേഷം ചെവി തള്ളവിരലും കൊണ്ട് ചെവിയുടെ ഒരു ചെറിയ ലിഡ് കൂടെ ചേർത്തുകൊണ്ട് അങ്ങോട്ട് അടയ്ക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. അതിനുശേഷം മൂക്കിലൂടെ മൂളുക. നമ്മൾ സാധാരണ മൂളുന്ന പോലെ, വണ്ട് മൂളുന്ന പോലെ മൂളുക. ഇതൊരു സാമ്പിൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ രീതിയിൽ ഒരു 10 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നല്ലൊരു മാറ്റം, നല്ലൊരു തലത്തിലേക്ക് വൈബ്രേഷൻ നമുക്കുണ്ടാവും. അതിനുശേഷം പെട്ടെന്ന് കണ്ണ് തുറക്കരുത്. കണ്ണുകൾ അടച്ച് ഇരുന്നുകൊണ്ട് തന്നെ ശരീരത്തിലുണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് തലയിലുണ്ടായിരിക്കുന്ന വൈബ്രേഷൻ നമ്മൾ ഫീൽ ചെയ്യുക. ഫീൽ ചെയ്തതിന് ശേഷം മെല്ലെ കണ്ണ് തുറക്കുക. അതോടൊപ്പം തന്നെ കൈകൊണ്ടൊന്ന് മുഖത്തൊന്ന് പിടിച്ച് മെല്ലെ ഒന്ന് തലോടി തുറക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഈ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. മാത്യു സാർ, വളരെ നന്ദി സാർ. താങ്ക് യു. താങ്ക് യു സാർ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ? ഇപ്പൊ മാത്യു സാറും ഉണ്ട്, അതുപോലെ തന്നെ രാമേന്ദ്രൻ സാറും ഉണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പറഞ്ഞ ഭാഗമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് ചോദിക്കാം. രാമേന്ദ്രൻ സാറ് മനസ്സും യോഗയും തമ്മിലുള്ള കണക്ഷനാണ്. മാത്യു സാർ അത് ശ്വസനകല അല്ലെങ്കിൽ ശ്വസനത്തിന്റെ നിയന്ത്രണം എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ? സാറേ, ഈ ഭ്രമരി യോഗ എന്നല്ലേ സാർ പറഞ്ഞേ മാത്യു സാറ്? ഭ്രമരി പ്രാണായാമം. ഭ്രമരി പ്രാണായാമം. ശ്വാസം
ശ്വാസം എടുത്തു വിടുന്ന ആ പ്രക്രിയക്ക് പറയുന്നതാണ് കൺട്രോൾ ഓഫ് ബ്രത്ത്, പ്രാണായാമം. അതെ, മറ്റേ ഭ്രമരി പ്രാണായാമം അല്ലെ? അപ്പോ സാറേ, അതെ, അത് ശ്വാസം നമ്മള് ഉള്ളിലേക്ക് എടുത്തിട്ടാണോ നമ്മൾ ഈ ആ വൈബ്രേഷൻ ഉണ്ടാക്കുക, അതായത് മൂളുന്ന ഒച്ച ഉണ്ടാക്കുന്നത്? ശ്വാസം ദീർഘമായിട്ട് മൂക്കിലൂടെ എടുക്കുക. മൂക്കിലൂടെ എടുത്തിട്ട് എന്നിട്ട് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ മൂളിയല്ലേ അതേ രീതിയിൽ തന്നെ മനസ്സിലായി. ഒത്തിരി ശക്തിയിൽ മൂളേണ്ട കാര്യമില്ല, ഒരേ ട്യൂണിൽ മൂളണം. നമ്മൾ ചെയ്യുന്ന മിക്സ് ചെയ്യരുത്, ഒരേ രീതിയിൽ മൂളിട്ട് ഉള്ളിലുള്ള ശ്വാസം തീരുമ്പോഴത്തേക്ക് അതിന്റെ തീരും. അപ്പൊ അപ്പൊ അതിനൊരു നമ്മൾ രണ്ട് ചെവിയും രണ്ട് കണ്ണും അടയ്ക്കണം, ചെവി അടയ്ക്കണം അല്ലെ? കണ്ണ് ആദ്യം അടയ്ക്കുന്നു, അതിനുശേഷം ചെവി നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കുന്നു, അതിനുശേഷം ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നു, അതിനുശേഷം വിടുന്നു. അപ്പൊ ഒരു 7 പ്രാവശ്യം 10 പ്രാവശ്യമെങ്കിലും മൂളിയാലേ ഉള്ളൂ ആദ്യം ഒക്കെ നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുള്ളൂ. നേട്ടം എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ബ്രെയിൻ എക്സർസൈസ് ആണ്. ആ ഡെയിലി ചെയ്യുക. ഒരു 10 പ്രാവശ്യം മൂളുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ സെൽസിന് ഇളക്കം വരികയും അത് ആക്റ്റീവ് ആവുകയും സ്ഥിരമായിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ, ബ്രെയിനിൽ നിന്ന് പ്രൊഡക്ഷൻ, സെറോട്ടോണിൻ പോലെയുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ ശരി നല്ല അളവ്. അതുകൊണ്ട് നമുക്ക് ഓർമ്മക്കുറവോ അതുപോലെ തന്നെ ഭാവിയായേക്കാവുന്ന അൽഷൈമേഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ. ബ്രെയിൻ്റെ അറ്റ് എ ടൈം രണ്ട് ചെവി അടയ്ക്കണം അല്ലെ? അല്ലാതെ ഓരോ ഇതല്ലല്ലോ. 2 ചെവിയും 2 കണ്ണും അടയ്ക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് ആ വൈബ്രേഷൻ കിട്ടുകയുള്ളൂ ശരിക്കും. അതിനുശേഷം തീർന്നതിന് ശേഷം കണ്ണ് പെട്ടെന്ന് തുറക്കരുത്. തലയിൽ ഉണ്ടായിരിക്കുന്ന ആ വൈബ്രേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, ഫീൽ ചെയ്യണം. അതിനുശേഷം ആ വൈബ്രേഷൻ അവസാനിക്കുമ്പോഴാണ് കൈകൾ രണ്ടും കൂടെ ഉരസി കണ്ണുകൾക്ക് മീതെ ഒന്ന് കൈകൊണ്ടൊന്ന് തലോടി നോർമലൈസ് ചെയ്യാനായിട്ട്. എന്നിട്ട് പെട്ടെന്ന് ഓടുകയോ ചാടുകയോ ഒന്നും ചെയ്യരുത്, അത് മെല്ലെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ. വളരെ വണ്ട് മൂളുന്നത് പോലെയാണ് ഭ്രമരി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഭ്രമരി എന്ന് വെച്ചാൽ ഭ്രമരം അല്ലെ, വണ്ട് എന്നർത്ഥം. വണ്ട് മൂളുന്ന ശബ്ദത്തിൽ പെൺമണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. രാമേന്ദ്ര സാറിനോട്, നമ്മുടെ ഈ യോഗ എന്ന് പറയുന്നത് മിനിമം എത്ര സമയം ചെയ്യണം, അതുപോലെ ധ്യാനവും മിനിമം എത്ര സമയം എന്ന് അങ്ങനെ ഒരു കണക്കുണ്ടോ? എന്നോടാണോ? ആര് പറഞ്ഞാലും കുഴപ്പമില്ല. അതിപ്പോ ഓരോ ഗുരുക്കന്മാരും ഓരോ രീതി പറയുന്നു. നമ്മളിവിടെ ആദ്യമേ 1 മണിക്കൂറിന്റെ ആണ് പഠിപ്പിക്കുന്നത് കുട്ടികളെ. അതിനുശേഷം 1 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഒരു അരമണിക്കൂറാണെങ്കിലും നിർബന്ധമായിട്ട് ചെയ്താൽ സംഭവം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും. അതിനകത്ത് വെറും യോഗയല്ലാതെ ശിഥിലീകരണം, നമ്മൾ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം പ്രാണായാമങ്ങൾ, ഒരു ടൈപ്പ് ധ്യാനമെങ്കിലും ഒരു ദിവസം ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ആസനങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ 1 മണിക്കൂർ കൊണ്ടാണ് ആദ്യം നമ്മൾ പഠിച്ച് ഒരു മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ടെങ്കിലും ചെയ്യണം. നമ്മളൊരു സിസ്റ്റം ഫോം ചെയ്യാനായിട്ട് 1 മാസമെങ്കിലും എടുക്കും. ഒരു സിസ്റ്റം, നമ്മൾ ഓൾറെഡി ഡിസോർഡറിലാണ്. അപ്പൊ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 മാസം. സാബു സാറിനൊക്കെ അറിയാം 21 റൂൾ എന്നൊക്കെ മനഃശാസ്ത്രത്തിൽ പറയുന്ന പോലെ 21 ദിവസം അടുപ്പിച്ച് ചെയ്താലേ ഉള്ളൂ ഒരു ഹാബിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് 1 മാസം അടുപ്പിച്ച് ചെയ്യുക. അതിനുശേഷം ഒരു സിസ്റ്റം വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടെ ഫ്രീ ആകാം. അരമണിക്കൂർ വെച്ചെങ്കിലും നമ്മൾ കണ്ടിന്യൂ. ഞാൻ 1 മണിക്കൂർ ചെയ്യുന്നതിന് ഒരു ഉപദ്രവവും ഇല്ല, പക്ഷെ ഏറ്റവും മിനിമം തിരക്കേറിയ ജീവിതത്തിലാണെങ്കിൽ അരമണിക്കൂറെങ്കിലും ചെയ്താൽ നമ്മളെ ഈ ക്രമീകരണത്തിൽ മുന്നോട്ട് പോയെന്ന് വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ആരോഗ്യം നമുക്ക് പാലിക്കാൻ സാധിക്കും. മറ്റൊന്നിനുമല്ല, നമ്മൾ കർമ്മം ചെയ്യാനായിട്ടുള്ളവരാണ്, നമ്മൾ കർമ്മയോഗികളാണ്. എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്ത് ഈ കർമ്മ ഭൂമിയിൽ കൂടെ പോകേണ്ടവരാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തെ സജ്ജമാക്കുക. യോഗയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഒരു വ്യായാമം നമ്മളെ ഉണർത്തുന്നത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും തെളിമയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ് യോഗ.
യോഗ ചെയ്യാത്തവർ ഇല്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വലിയ പ്രഗത്ഭരായിട്ടുണ്ട്. പക്ഷെ ഇതൊരു തരം ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് യോഗയിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് യോഗ എന്നെ പോലുള്ളവർ അല്ലെ രാമേന്ദ്രൻ സാറിനെ പോലെയുള്ളവർ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാധാരണക്കാർക്ക് അപ്രോച്ചബിൾ ആണ്, കോസ്റ്റ്ലി അല്ല, ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിനകത്തിരുന്ന് സൗകര്യമായിട്ട് ചെയ്യാം. മഴയുണ്ടെങ്കിലും പ്രശ്നമില്ല, മഞ്ഞുണ്ടെങ്കിലും പ്രശ്നമില്ല, പനിയെ പേടിക്കേണ്ട കാര്യമില്ല. അത്രയൊക്കെ ഉള്ളൂ. ലളിതമായ ഒരു വഴിയാണ്. അതാണ് ഇത് പറയാൻ കാരണം. രാമേന്ദ്രൻ സാർ. സാറിന്റെ യോഗ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവമായിട്ട് കടന്നു വരുമ്പോൾ അത് എങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ആണ് സാറ് ഇതുവരെ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്നതെന്നാണ് യോഗ ക്ലാസ്സിൽ ഇപ്പം മാത്യു സാർ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ പൊതുവെ ഇത് മൂന്നും കൂടെ ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ കുറച്ച് പ്രാണായാമം ചെയ്യും, കുറച്ച് യോഗാസനങ്ങൾ ചെയ്യും, ധ്യാനം, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ നിദ്ര എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അപ്പം ഇത് മൂന്നും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെങ്കിൽ 1.5 മണിക്കൂർ നേരാണ്. ഹാഫ് ആൻ അവർ മെഡിറ്റേഷൻ, ഹാഫ് ആൻ അവർ പ്രാണായാമ, ഹാഫ് ആൻ അവർ യോഗാസനം. ഇതിപ്പം പറഞ്ഞ പോലെ നമ്മൾ അത്രയും ചെയ്തോളൊന്നും യാതൊരു നിർബന്ധവുമില്ല. നമുക്കുള്ള സമയം അനുസരിച്ച് ചെയ്യുക. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കുറേശ്ശെങ്കിലും ടച്ച് വിടാതെ ചെയ്തുകൊണ്ടിരിക്കുക. റെഗുലർ ആയിട്ട് മാത്യു സാർ പറഞ്ഞു, റെഗുലർ ആയിട്ട് ചെയ്യുക. സോ അപ്പൊ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അത്രയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഇത് മൂന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആസനങ്ങൾ മാത്രമായിട്ട് ചെയ്യാതെ പ്രാണായാമം ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മൾ ചെയ്ത ഭ്രമറി പ്രാണായാമം, ഈ ഭ്രമറി പ്രാണായാമം പോലൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മറി അങ്ങനെയൊക്കെ വളരെ നല്ലത്. ഇതിന് വയസ്സായവരൊക്കെ സംബന്ധിച്ചിടത്തോളം സ്വല്പം ഏജ്ഡ്, ഏജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, 10 വയസ്സ് വരെ 50+ അങ്ങനെയൊക്കെ വരുമ്പം അവർക്കുള്ള ഈ ശാരീരിക അസുഖങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രാണായാമങ്ങൾ വളരെ അതിശയകരമായിട്ടുള്ള ഫലം ചെയ്യും പ്രാണായാമം. അപ്പൊ പ്രാണായാമങ്ങൾ വെറുതെ ദീർഘ പ്രാണായാമങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് നാച്ചുറൽ ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു മുക്കിക്കിട്ടെടുത്ത് മറ്റേ വീക്കിൽ ചെയ്യുക, അതിനെ ബാലൻസിങ് പ്രാണായാമം പറയണം, അത് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ വേറൊരു കപാൽഭാതി എന്ന് പറഞ്ഞത്, ഇത് 2-3 പ്രാണായാമങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമ്മൾ ചെയ്യുക. ആസനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വിഷമമുള്ള ആസനങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡേ ടു ഡേ ലൈഫില് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക എയിം ഒന്നുമല്ല. നമ്മളെ പ്രത്യേക എയിമൊന്നുമില്ലാണ്ട് റിപ്പയറിങ്, മെയിൻ്റെനൻസ്, റിജുവിനേഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ളതിനെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുക, മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അതിനെ ഒന്ന് ഉണർത്തി റിജുവിനേറ്റ് ചെയ്യുക, അസുഖങ്ങൾ ഒഴിവാക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആസനങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ കൊച്ചു ഈ ഉപയോഗം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്യുക, നമ്മുടെ ജോയിന്റുകൾ സ്ട്രെച്ച് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മുടിയുക, താഴോട്ട് പോവുക, വായ്പിലേക്ക് പോവുക. പിന്നെ നമ്മൾ ഇരുന്നു കൊണ്ടെല്ലാം ശരീരത്തിന്റെ ഭാഗത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ സിസ്റ്റവും നമുക്ക് വർക്കൗട്ട് ആയി കിട്ടും. നമ്മുടെ എല്ലാ കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇത് രണ്ടും വർക്കൗട്ട് ആകും. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഗ്രന്ഥി വ്യവസ്ഥ പെർഫെക്റ്റ് ആകും. ഇത് മൂന്നും റെഡിയാകുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പെർഫെക്റ്റ് ആകും. ഇതൊക്കെ പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ശാന്തതയിലേക്ക് വരും, നമുക്ക് സമാധാനം കിട്ടും, നമ്മൾ പ്രതികരിക്കുന്നു, സംസാരിക്കുന്നതിനുള്ള വ്യത്യസ്തമായും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പൊ അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്, സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചു സമയങ്ങളിൽ ചെയ്യുക, അത്രയുള്ള കാര്യം. ഒരു കാര്യം കൂടെ പറയാം. ഇത് നമ്മൾ ചെയ്യുമ്പം, ഈ യോഗ അല്ലെങ്കിൽ പ്രാണായാമം ഒക്കെ ചെയ്യുമ്പം 3 തരത്തിൽ നമുക്ക് ചെയ്യാം. ഉത്തമമായ മാർഗത്തിലൂടെ ചെയ്യാം, മധ്യമ രീതി ചെയ്യാം, അധമമായ രീതി ചെയ്യാം. ഉത്തമമായ മാർഗത്തിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം വളരെ പെട്ടെന്ന് കിട്ടും. ഉത്തമം എന്ന് പറയുമ്പോൾ ശരീരവും മനസ്സും, അതായത് നമ്മൾ ചെയ്യുമ്പം നമ്മളെ ചെയ്യുന്നതിനോടൊപ്പം ശ്വാസഗതിയും ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ആസനങ്ങൾ ചെയ്യുമ്പം പറയുന്ന രീതിയിലുള്ള ശ്വാസം എടുക്കേണ്ടടുത്ത് എടുക്കുക, കളയേണ്ടടുത്ത് കളയുക, അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഇതൊന്നും ഇല്ലാതെ തോന്നുന്ന രീതിയിലും ശ്വാസം എടുത്തുകൊണ്ട് ചെയ്യാം, അതും ആസനങ്ങളായിട്ട് പോകും. പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ ഉത്തമമായ രീതി, അതായത് മനസ്സാന്നിധ്യത്തോടു കൂടി ഓരോന്നും ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും.
യാന്ത്രികമായിട്ട് പോകാതിരിക്കാൻ നോക്കുക. ചിലപ്പം മനുഷ്യനല്ലേ, ഇടയ്ക്കൊക്കെ വിട്ടു പോകുമായിരിക്കും. എങ്കിലും വീണ്ടും ആ മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് അതിൽ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യവും നമ്മളെ തേടി വരും. നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല, നമ്മളെ തേടി ഇങ്ങോട്ട് വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഒരു സംശയം ചോദിക്കട്ടെ. ഹലോ, ഒരു ചോദി- സംശയം പറയൂ സാർ, ചോദിക്കട്ടെ. പറയൂ. നമ്മുടെ ഈ ഈശ്വര വിശ്വാസവും ഈ മെഡിറ്റേഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും? അതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? അങ്ങനെ ഈ ഈ യോഗ ആചാര്യന്മാര് പല ടൈപ്പ് ആളുകളാണ്. ഈശ്വര വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ചെയ്യാമെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈശ്വരൻ എന്നത് ഓരോരുത്തരുടെ സങ്കല്പത്തിൽ കൂടെയുള്ള ഈശ്വരനാണ്. ആത്യന്തികമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പം അതൊരു എനർജിയാണ്. ആ എനർജി മോഡിഫൈഡ് ഫോമിൽ ഓരോരുത്തരും കാണുന്നു. എന്തായാലും കൊള്ളാം, ഈശ്വര വിശ്വാസം ഉള്ളവനും ഇല്ലാത്തവനും ചെയ്യാവുന്നതാണ് ധ്യാനം. അതിനൊന്നും ഒരാക്ഷേപവും ആരും പറയില്ല. പിന്നെ ഓരോ സ്ഥലത്തും ചില രൂപം വെച്ച് ചെയ്യുന്നു, ചിലടത്ത് ഒരു രൂപവുമില്ല. ബുദ്ധിസ്റ്റ് ആശ്രമങ്ങളിൽ ധാരാളം ആസനങ്ങളും മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റുകൾക്ക് ഈശ്വരനിൽ വിശ്വാസമില്ലല്ലോ, മതത്തിൽ വിശ്വാസമില്ല, ഈശ്വരനിലും വിശ്വാസമില്ല. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുന്ന കാര്യമില്ല. കർമ്മം ചെയ്യുക, സ്വർഗം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അവർക്ക് പ്രശ്നമില്ല. നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്താനും പിടിക്കാനും പറ്റത്തില്ല ഈശ്വരനെയും സ്വർഗത്തെയും. നമ്മൾ ചെയ്യേണ്ട കർമ്മം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുക, നല്ല ചിന്തയോടുകൂടി ചെയ്യുക എന്ന് അവര് പറയുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഗവേഷണം നടത്തുകയും അതനുസരിച്ച് പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ബുദ്ധിസ്റ്റുകൾ. അവര് ആ രീതിയിലാണ് പറയുന്നത്. അപ്പം ഈശ്വരനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അതൊക്കെ പേഴ്സണലാണ്. ഓരോരുത്തര സങ്കല്പം അതിനെ ബലപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. ഏതാണ് എളുപ്പ വഴി നമ്മളത് നോക്കുക, അത്രേ ഉള്ളൂ. രാമേന്ദ്രൻ സാറും കൂടെ. ചോദ്യത്തിന്റെ ഉത്തരം ഈശ്വര വിശ്വാസം ആവശ്യമില്ല യോഗ ചെയ്യാൻ. മാത്യു സാറ് പറഞ്ഞ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് യോഗയും സ്പിരിച്വാലിറ്റിയും ദൈവവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും. പക്ഷെ നമ്മൾ നിലനിൽക്കുന്നെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിലൊരു ജീവന്റെ അംശം, ഏതെങ്കിലും ഒരു തുടിപ്പുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയം വർക്ക് ചെയ്യുന്നത് നിങ്ങളാണോ നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ ശ്വാസകോശം വർക്ക് ചെയ്യുന്നത് നിങ്ങളാണോ നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് നിങ്ങളാണോ? സോ ദർ ഇസ് എ പർട്ടിക്കുലർ സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ട്, ഒരു എനർജി ഉണ്ട്, ഒരു അന്തസ്സത്ത ഉണ്ട്, ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ട്. ശ്വാസം നമ്മൾ എടുക്കുന്നു, ശ്വാസം എവിടുന്നാ വരുന്നേ? നമ്മുടെ വെളിയിലുള്ള പ്രകൃതിയിൽ നിന്നാണ് ശ്വാസം വരുന്നത്. സോ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആ ഒരു വെളിയിലുള്ള ജീവാംശങ്ങൾ നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ബന്ധിപ്പിക്കുക യൂണിയൻ എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഭാവങ്ങൾ രൂപങ്ങളോ ഒന്നുമില്ല. ദൈവം അങ്ങനെയുള്ള രൂപത്തിനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ദൈവം എന്നുള്ള കൺസെപ്റ്റ് പേര് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ പർട്ടിക്കുലർ പറഞ്ഞ പോലെ ഒരു എനർജി, അല്ലെങ്കിൽ നമ്മുടെ വെളിയിൽ, നമ്മുടെ ശ്വാസകോശത്തിന്റെ പകുതി നമ്മുടെ വെളിയിലാണ്, മരത്തിന്റെ മുകളിലാണ് തൂക്കിക്കിടക്കുന്നത്. കാരണം മരം ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജനാണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വരുന്നത്. ശ്വാസകോശത്തിന്റെ ബാക്കി ഭാഗം മരത്തിന്റെ മുകളിലാണ്. മരമില്ലെങ്കിൽ ഓക്സിജൻ വെളിയിലോട്ട് ഇങ്ങനെ വരുന്നില്ല. ഓക്സിജൻ വരുന്നുവെന്നില്ല, ശ്വസിക്കുന്നില്ല, നമ്മുടെ കാറ്റ് പോകും. നമുക്ക് ഏതാനും സമയം അതിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ നമ്മളുടെ ഇതിലൊക്കെ ആയിട്ട് ബന്ധം, എന്റെ ഉള്ളിലുള്ള ജീവനും സാറിന്റെ ഉള്ളിലുള്ള ജീവനും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ സത്യം ഒരേ ഒരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ആ തത്വമസി എന്നൊക്കെ പറയുന്ന അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ പറയുന്ന മാത്രം എന്റെ ഉള്ളിലുള്ള ജീവനും നിന്റെ ഉള്ളിലുള്ള ജീവനും ആയതുകൊണ്ട് നമ്മൾ നമസ്കാരമൊക്കെ പറയുമ്പോൾ അത് തന്നെ. അതിന്റെ അപ്പുറമായിട്ടൊരു ദൈവികമായിട്ടൊരു കൺസെപ്റ്റ് നമുക്ക് അതിനെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ചില ആൾക്കാർ കൊണ്ടുവരുന്നു. കാരണം ഈസി ആയിട്ട് കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ടുവരുന്നു. ഇപ്പൊ അതിനെ ദുരുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പല ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അതിനായിട്ട് ബന്ധപ്പെടുത്താം. പക്ഷെ നമ്മള് ഇത് ബന്ധിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പറയുന്നത് ഇപ്പൊ യൂണിവേഴ്സ് മുഴുവൻ നടക്കുന്ന ഒരു ബോധമുണ്ട്. അതിനെ നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് പറയും. ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് 0.00 സെക്കൻഡിന്റെ വ്യത്യാസമുള്ള സർക്കുലേഷനോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുട്ടിയിടിച്ചോ ഇതെല്ലാം തകരാറിലാവും.
വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാൽക്കുലേഷനും ചില രൂപത്തിലും ഭാവത്തിലൊക്കെയാണ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ വെബ് ഇനം നടക്കുന്നത്. ഈ വെബ് പ്രവർത്തിയിൽ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പ്രവർത്തനമുണ്ട്. ഇതിനെ നമ്മുടെ ഉള്ളിലുള്ള ആ ബോധത്തിനെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് എന്ന് പറയും. യൂണിവേഴ്സിലുള്ള കോൺഷ്യസ്നസ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറയും. അതിനെ നമുക്ക് വേറിട്ട് വേറെ ദൈവികമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജീവാത്മാവ്, പരമാത്മാവ് എന്ന് പറയാം, പാർവതി, ശിവൻ എന്ന് പറയാം. ഇങ്ങനെ പലതും നമുക്ക് പറയാം. ഇപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിനെ നമ്മൾ പറയുന്നത് മറ്റേ മതവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ശിവനാണ്. കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ശിവനാണ്. മാനിഫെസ്റ്റഡ് വേൾഡ് പാർവതിയാന്ന് പറയും. ഇതൊന്നും നമുക്ക് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു സെൻസിൽ മാത്രം എടുക്കുക, അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് വേറെ ഒരു പക്ഷേ പർപ്പസ് കാണും, നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുകയും വേണ്ട. സോ ഇതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് എ കണക്ഷൻ. ഞാൻ പറയുന്നത് നമ്മുടെ ഇൻഡിവിജ്വൽസ് അതാണ് യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയൻ എന്ന് പറഞ്ഞ യോഗ ഇറ്റ് മീൻസ് യുജ് എന്നുള്ള വാക്കാണ്. യുജ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ മനസ്സിനുമായിട്ട് യൂണിയനിൽ കൊണ്ടിരുന്നു, പിന്നെ ഞാനും എന്റെ മനസ്സും എന്റെ അന്തസ്സത്തെയായിട്ട് യൂണിയനിലേക്ക് കൊണ്ടിരുന്നു, പിന്നെ ഞാനും എന്റെ മനസ്സിനെയും എന്റെ അന്തസ്സത്തെയും എന്റെ ചുറ്റുമുള്ള അന്തരീക്ഷമായിട്ട് യൂണിയനിലേക്ക് കൊണ്ടുവരുന്നു. ഈ ലോകത്തിനെ മൊത്തമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ യോഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാമി വിവേകാനന്ദന്റെ പുസ്തകങ്ങളുണ്ട്. അതിൽ കർമ്മയോഗ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അധികം വലിയ പേജുകളൊന്നുമില്ല, 100 പേജോളേ ഉള്ളൂ. ആ പുസ്തകത്തിനകത്ത് അവസാനമായിട്ട് ആ പുസ്തകത്തിന്റെ ബ്രീഫായിട്ട് അദ്ദേഹം പറയുന്നത് 4 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ എല്ലാവരും ജനിച്ചിരിക്കുന്നത് കർമ്മയോഗികളായിട്ടാണ്. കർമ്മം ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. കർമ്മമണ്ഡലമാണ് ഭൂമി. ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, നമ്മൾ എന്തുമാത്രം സർവീസ് ഈ ഭൂമിയിൽ സമൂഹത്തിൽ ചെയ്താലും വീണ്ടും നമ്മൾ ഈ ഭൂമിയോട് വീണ്ടും കടപ്പെട്ടിരിക്കുന്നു. ലോൺ ആയിട്ട് കിടക്കുകയാണ്. കാരണം നമ്മളെ സൃഷ്ടിച്ചത് പരിപാലിച്ച് ഓരോ നിമിഷവും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിക്ക്, പ്രപഞ്ചത്തിന് നമ്മൾ വീണ്ടും കടപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് അദ്ദേഹം പറയുന്നത്, കർമ്മയോഗിയായ ഒരാൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം ഒരു വലിയൊരു അത്ഭുതമാണ്. ഭൂമി സ്വയം കറങ്ങുന്നു, അതോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നു, സൂര്യനും ഗോളങ്ങളും കറങ്ങുന്നു, അത് പിന്നെയും കറങ്ങുന്നു. അങ്ങനെ എത്രയോ സൗരയൂഥങ്ങൾ അടങ്ങിയതാണ് ഈ പ്രപഞ്ചം. എങ്കിലും ഇവ തമ്മിൽ യാതൊരുവിധ ഇടിയും നടക്കുന്നില്ല. ഭൂമി യാതൊരു സപ്പോർട്ടും ഇല്ലാതെ ഇങ്ങനെ വായു നിൽക്കുകയാണ്. ഇതൊരു വണ്ടർഫുൾ സംഭവമാണ്. ഇതിന് ഞാനൊരു പേര് കൊടുക്കുകയാണ്, ഈശ്വരൻ. സെക്കൻഡ് പോയിന്റ് അദ്ദേഹം പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രതികൂലമായിട്ട് പലതും സംഭവിക്കും. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് പതറാൻ പാടില്ല. നമ്മൾ ജിംനേഷ്യത്തിൽ പോകുന്നു, സ്വാഭാവികമായിട്ടും ചില പരിശീലനങ്ങളിൽ കൂടി കടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേദന വരുന്നു. അങ്ങനെ വേദന വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബലം വരത്തില്ല. അതുപോലെ പ്രപഞ്ചത്തെ ഭൂമിയെ ഒരു സ്പിരിച്വൽ ജിംനേഷ്യമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. സ്വാഭാവികമായിട്ടും നിന്റെ സ്പിരിച്വാലിറ്റി തെളിയാൻ അത് സഹായിക്കും. നാലാമത്തെ പോയിന്റ് പറയുന്നത്, നിന്റെ ബോധ്യമനുസരിച്ച് നീ കർമ്മം ചെയ്യുക, ആ ബോധ്യം മറ്റുള്ളവരോട് പറയുക. ആ ബോധ്യമനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടില്ല. ഒരു കർമ്മയോഗി ചെയ്യേണ്ട 4 പോയിന്റുകളാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈശ്വരൻ എന്നത് ഒരു ശക്തിയാണ്, അദ്ദേഹത്തിന് ആ പേരെ പറയാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ബ്രീഫായിട്ട്, വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്കാണ് കർമ്മയോഗ എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദന്റെ ബുക്ക്. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാര്യം നമ്മൾ ഏകദേശം കുറെ പേര് 10-17 പേരിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. സർ, ഒന്ന് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. കേൾക്കണ്ടല്ലോ. പിന്നെ നമ്മളെ ഈ പ്രാണായാമം, യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യണേനെ ഇന്ന സമയത്ത് നിന്നുണ്ടോ? ഇപ്പൊ രാവിലെ രാവിലെ വേണമെന്നോ ഭക്ഷണത്തിന് മുന്നേ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിബന്ധന ഉണ്ടോ എന്നൊന്ന് പറഞ്ഞുതരുമോ? ഏതിനും
നല്ല സമയമായിട്ട് അനുഭവസ്ഥരും പറയുന്നത്, ഇനി നമുക്കാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അനുഭവം കിട്ടുന്നത് ഏർലി മോർണിംഗ് ആണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞെന്നാൽ ഈവനിങ് ആണ് എല്ലാം തിരക്കുകളെല്ലാം കഴിഞ്ഞ് ശാന്തമായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ബെസ്റ്റ് ടൈം മോർണിംഗ് തന്നെയാണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ആ സമയമാണ് ലോകത്തിലെ എല്ലാ യോഗീശ്വരന്മാര് വെളുപ്പിനെ 3 മണി മുതൽ ഉണർന്നിരുന്നുകൊണ്ട് ഓരോ പരിപാടി ചെയ്യും. അപ്പൊ ആ വേവ്ലെന്തിനോടൊപ്പം നമ്മുടെ തലയുടെ വേവ്ലെന്തും ചലിക്കും. നമുക്ക് കുറെ എളുപ്പമുണ്ട്. അതാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ഒരു വലിയൊരു ഗ്രൂപ്പാണ്. താങ്ക് യു സർ. താങ്ക് യു. മാത്യു സാർ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് രാവിലെയും വൈകിട്ടും സമയം കിട്ടിയില്ലെങ്കിൽ യോഗ ചെയ്യാതിരിക്കുമൊന്നും വേണ്ട. നമുക്ക് എപ്പോഴാണോ സൗകര്യമുള്ളത് അതാണ് നമുക്ക് യോഗ ചെയ്യാനുള്ള സമയം. പക്ഷെ ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ച കാര്യം ചോദിച്ചത്, അത് നമ്മൾ പാലിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഫുഡാണ്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ ഒരു 3 മണിക്കൂർ എങ്കിലും നമ്മൾ ഗ്യാപ്പ് ഇടണം. ഒരു ലഘുവായിട്ടുള്ള ഭക്ഷണമാണ് ഒരു 2 മണിക്കൂർ. ജ്യൂസോ അല്ലെ ഇതുപോലെ എന്തെങ്കിലും ചെറിയ സാധനങ്ങളായാലും നമ്മൾ ഒരു 1/2 മണിക്കൂർ ഗ്യാപ്പ് ഇടണം. അതായത് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ നമ്മുടെ ആമാശയത്തിൽ, സ്റ്റൊമക്കിൽ നമ്മുടെ ആ ഭക്ഷണം റിമെയിൻ ചെയ്യരുത് എന്നാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ ഡൈജഷൻ സിസ്റ്റത്തിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാവുള്ളൂ. എന്നാൽ ചില പ്രാണായാമങ്ങൾ അത് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മളല്ലാത്ത സമയത്തായാലും ചെയ്യാൻ കുഴപ്പമില്ല. ഇപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് പ്രാണായാമം ചെയ്യാം. ആസനങ്ങൾ ചെയ്യുമ്പം പ്രത്യേകിച്ച് നമ്മൾ കുനിയുകയും നൂരുകയും ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പം ഭക്ഷണത്തുമായിട്ട് ഒരു ഗ്യാപ്പ് കീപ്പ് ചെയ്യുക. നമ്മളെപ്പോഴും ഒരു 2-3 മണിക്കൂറെങ്കിലും കീപ്പ് ചെയ്യുക. അത് നമ്മൾ എപ്പോഴും പാലിക്കണം. ഇതില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പം അത് നെഗറ്റിവിറ്റി അതിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്കൊരു 10 മണിക്കാണ് യോഗ ചെയ്യാൻ സമയം കിട്ടിയെങ്കിൽ നമ്മൾ 10 മണിക്ക് ചെയ്തോളൂ. പക്ഷെ ഈ ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, അതിനകത്തേക്ക് ചെയ്യാം. ഇത്രയും 1/2 മണിക്കൂറേ കിട്ടിയാൻ പറ്റും, 1/2 മണിക്കൂർ ചെയ്യാം. വൈകുന്നേരം അത് ഏറ്റവും ബെറ്റർ ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് കൊണ്ട് എല്ലാം പല സാർ പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഏർലി മോർണിംഗ് നല്ലതാണ്, അന്തരീക്ഷം നല്ലതാണ്, എല്ലാം കൊണ്ടും നമ്മൾ ഫ്രഷ് ആയിരിക്കും, എല്ലാം കൊണ്ടും നല്ലതാണ്. ദ ബെസ്റ്റ് ഏറ്റവും നല്ല സമയത്ത് അങ്ങനെ കുറഞ്ഞു അത് അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് പ്രയോജനം കിട്ടായി ഒന്നുമില്ല. രാത്രി ഡ്യൂട്ടിയുള്ള ആൾക്കാരുണ്ടാവും, വേണ്ടി അതുപോലെ വേറെ ആൾക്കാരുണ്ടാവും. നമ്മൾ യോഗ ചെയ്യുക എന്നുള്ളത് നമ്മുടെ സൗകര്യമുള്ള സമയം നോക്കി നമ്മൾ കുറേശ്ശെങ്കിലും ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും പറയാനായിട്ടുണ്ടോ? ശ്രീലത മാഡം, ഹരി സാറ്, VP ജോർജ് സാറ്, സരസ്വതി മാഡം, രജനി മാഡം, രാധാകൃഷ്ണൻ സാറ്, ജോൺ ഫിലിപ്പോ സാറ്, സക്രിയാസ് സാറ് തുടങ്ങിയവരും ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, ലേറ്റ് ആയതുകൊണ്ട് ആർക്കും ഷെയർ ചെയ്യാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോസഫ് സാർ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് യോഗ നിദ്ര പ്രാപിക്കാൻ സമയം തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, നമുക്ക് ജോർജ് സാറോട് വന്നിട്ടുണ്ട്. ഒരു സെക്കൻഡ് ജോർജ് സാർ പ്ലീസ്. താങ്ക് യു സർ. വളരെ നല്ലൊരു ഉണർത്തലായിരുന്നു. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പലതും ഇങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഓർഡറായി ആധികാരികമായി അത് സ്വീകരിക്കപ്പെടാനിട വന്നു. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. വൈകിയ വേളയിൽ ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി തുടർന്ന് കേൾക്കാമെന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. ഈ ഇന്നത്തെ പരിപാടിയുടെ കൃതജ്ഞത അർപ്പിക്കാനായിട്ട് ഡീന ലീക്കോസ് മാഡത്തെ ക്ഷണിച്ചോളുന്നു. താങ്ക് യു കോർല സാർ. ഇന്ന് നമുക്ക് വേണ്ടി യോഗയെ പറ്റി വളരെ വ്യക്തമായിട്ടും വളരെ വിശദമായിട്ടും തന്നെ നമുക്ക് കേൾക്കാൻ സാധിച്ചു. ഡോക്ടർ മുരളീധരൻ സാർ, ശ്രീ രാമചന്ദ്രൻ സാർ, ശ്രീ മാത്യു മാനവികം, 3 പേരും 3 തലങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മെ വളരെ വ്യക്തമായി യോഗയെ പറ്റി നമുക്ക് പഠിപ്പിച്ചു തന്നു. ശ്വസനകല ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, യോഗ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, നമ്മുടെ സംശയങ്ങൾ നിവർത്തിച്ചു തന്നു. 3 പേർക്കും നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സമയം അധികരിച്ചു പോയതിനാൽ
ഇത് കേൾക്കാൻ വന്ന നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം ഞങ്ങളുടെ ഈ യൂണിറ്റിന്റെ പേരിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. അപ്പൊ വളരെ സന്തോഷം. നമ്മുടെ പ്രോഗ്രാം 5ാമത്തെ പ്രോഗ്രാമാണ് യുത്രിയ കോട്ടയം എന്നുള്ള കോമ്പിനേഷൻ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായി ഇതുപോലെ സോഷ്യൽ സർവീസ്, ഇന്നത്തെ യോഗയുടെ വാക്യം തന്നെ സെൽഫ് ആൻഡ് സോഷ്യൽ, നമുക്ക് മാത്രമല്ല അത് സമൂഹത്തിനും കൂടെ ഗുണകരമായി മാറട്ടെ എന്നുള്ള ഒരു വലിയ ആശംസയോടുകൂടി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവർക്കും യോഗ നിദ്ര. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു.